എല്ലാവർക്കും നമസ്കാരം. വേദികയുടെ ഒരു പുതിയ സംരംഭമാണ് ഗൃഹസദസ്സിലുള്ള കുറേ പരിപാടികൾ. അതായത് നമ്മൾ ഗൃഹവിനിക മാതിരി, നമുക്കറിയാം ഗൃഹവിനിക മാതിരി സംഗീത കച്ചേരികൾ ഗൃഹസദസ്സുകളിൽ അവതരിപ്പിക്കുന്നൊരു ഇത് കുറേ കാലമായിട്ട് നമ്മളിവിടെ തുടർന്നു വന്നാണ്. അപ്പം നമ്മൾ ആലോചിച്ച് അതുമാതിരി എന്തുകൊണ്ട് മറ്റു കലകളും ഗൃഹസദസ്സുകളിൽ അവതരിപ്പിക്കാൻ, എല്ലാ കലകളും നമുക്ക് പറ്റില്ല, എന്നാലും ഗൃഹസദസ്സുകളിൽ അവതരിപ്പിക്കാൻ പറ്റാവുന്ന മറ്റു കലകളും കൂടി അവതരിപ്പിച്ച് കൂടെ ചെറിയൊരു ഓഡിയൻസ് എന്നാൽ അത് ആസ്വദിക്കാനും അതൊക്കെ അറിവുമുള്ള ഒരു ഓഡിയൻസിൻ്റെ മുമ്പിൽ നമുക്കിത് അവതരിപ്പിച്ചുകൂടെ എന്നൊരു ചിന്തയിൽ നിന്നാണ് ഇങ്ങനെ ഒരു ആശയം ഉരുത്തിരിഞ്ഞു വന്നതും അതിനുശേഷം നമ്മൾ ഇത് ചെയ്യാമെന്ന് ആലോചിച്ച് ഉറപ്പിച്ച് കഴിഞ്ഞ തവണ ഒരു പ്രോഗ്രാം അവതരിപ്പിച്ചു. അത് തായമ്പകയെ ആസ്പദമാക്കിയിട്ടുള്ള ഒരു പ്രോഗ്രാമായിരുന്നു നമ്മൾ ചെയ്തത്. ഒരു സോദാഹരണ പ്രഭാഷണം ഉണ്ടായിരുന്നു. തായമ്പകയുടെ സൗന്ദര്യശാസ്ത്രത്തെക്കുറിച്ചിട്ടൊരു പ്രഭാഷണം ഉണ്ടായിരുന്നു. അതിനുശേഷം തായമ്പകയുടെ ഒരു അവതരണം ഉണ്ടായിരുന്നു. അതിൻ്റെ തുടർച്ചയായിട്ട് ഇന്ന് രണ്ടാമത്തെ ഗൃഹസദസ്സ് അരങ്ങാണ് ഇന്നിവിടെ നടക്കുന്നത്. ഇന്ന് നമ്മൾ എടുത്തിരിക്കുന്ന വിഷയം എന്ന് പറയുന്നത് കഥകളി സംഗീതത്തെക്കുറിച്ചിട്ടാണ്. കഥകളി സംഗീതം എന്ന് പറയുന്നത് കഥകളിയുടെ അഭിനയ കലയെ പോഷിപ്പിക്കുന്ന ഒരു ഘടകമാണ്. ആ ഘടകത്തിൽ ഊന്നിക്കൊണ്ട് കഥകളി സംഗീതത്തിൻ്റെ ഒരുപാട്, നമുക്കറിയാം കുറേ കാലങ്ങളായിട്ട് കഥകളി സംഗീതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. പല പല ആചാര്യന്മാരിലൂടെയും പ്രതിഭകളിലൂടെയും ഒക്കെ കടന്ന് കഥകളി സംഗീതം വെറും ഒരു സംഗീതം, അതായത് വെറുതെ ഒരു പറച്ചിൽ അല്ലെങ്കിൽ കഥയുടെ ഒരു ഇതിനെ പോഷിപ്പിക്കുന്നതിൽ ഉപരിയായിട്ട് പല തരത്തിലിത് വളർന്നു വന്നിട്ടുണ്ട്. അപ്പം അതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ നമുക്കറിയുക, കഥകളി സംഗീതത്തെക്കുറിച്ച്, അതിൻ്റെ ചരിത്രങ്ങൾ, നാൾവഴികൾ ഒക്കെ കുറിച്ച് നമ്മളോട് ഇന്ന് പറയുവാൻ വേണ്ടിയിട്ട് ശ്രീ കലാധരേട്ടൻ ഇവിടെ വന്നിട്ടുണ്ട്. കലാധരേട്ടനെ ഞാൻ ഈ ഒരു സദസ്സിന് മുമ്പിൽ പരിചയപ്പെടുത്തുന്നില്ല, കാരണം എല്ലാവർക്കും അറിയുന്ന ഒരു വ്യക്തിത്വമാണ്. ഒരുപാട് കാലങ്ങളായിട്ട് ഈ മേഖലയിൽ, പ്രത്യേകിച്ചും കഥകളി സംഗീതം എന്ന മേഖലയിൽ ഒരുപാട് ഗവേഷണങ്ങളും പ്രബന്ധങ്ങളും ഒരുപാട് നടത്തിയിട്ടുള്ള ഒരു വ്യക്തിത്വമാണ്. പക്ഷെ കലാധരേട്ടനെ ഇന്ന് ലഭിച്ചത് നമ്മുടെ ഭാഗ്യം തന്നെയാണ്. ഒരു ഒട്ടും മുഖവര ആവശ്യമില്ലാത്തൊരു വ്യക്തിത്വം കൂടിയാണ്. നമുക്കൊക്കെ വളരെ അടുപ്പമുള്ള ഒരാളുമാണ്. കലാധരേട്ടനെ ഈ വേദിയിലേക്ക് ഞാൻ വേദികയുടെ പേരിലും എല്ലാവരുടെ പേരിലും സ്വാഗതം ചെയ്യുന്നു. പിന്നെ നമുക്കിന്ന് കഥകളിയിലെ രാഗങ്ങളെ കുറിച്ചിട്ട് അവതരിപ്പിക്കാം. എന്ത് കഥകളിയിലെ രാഗങ്ങൾ, അത് അവതരിപ്പിക്കുന്ന രീതികൾ, ഇതിനെക്കുറിച്ചൊക്കെ സംസാരിക്കാമെന്നും അത് പാടി കാണിക്കാമെന്നും നമുക്ക് ബാബുവേട്ടനും തന്നിട്ടുണ്ട്. ബാബുവേട്ടനും ഈ അടുത്തായിട്ട് കുറച്ച് കാലങ്ങളിൽ യൂട്യൂബുകളിലെ കഥകളിയിലെ പല രാഗങ്ങളെ കുറിച്ചിട്ടും അതിലുപയോഗിക്കുന്ന രീതികളെക്കുറിച്ചൊക്കെ വളരെ രസകരമായിട്ടുള്ള ഇതൊക്കെ വളരെ നിങ്ങളെല്ലാവരും കണ്ടിരിക്കുന്നുണ്ടാവും. ഓരോ രാഗങ്ങൾ എടുത്തിട്ട് ആ രാഗങ്ങൾ ഉപയോഗിക്കുന്ന രീതികളും അതിലുള്ള പദങ്ങളും വ്യത്യസ്ത പദങ്ങളും ഒക്കെ അവതരിപ്പിച്ച് കാണുന്നുണ്ട്. അതിൽ നിന്നും കൂടിയാണ് നമുക്കിതൊരു നല്ലൊരു രീതിയാണ്, കുറച്ചുകൂടി ഒരു സ്ട്രക്ചേർഡായിട്ട് നമുക്കിവിടെ അവതരിപ്പിക്കാം എന്നുള്ളത്. അത് കുറച്ചുകൂടിയും പാടിപ്പലിപ്പിക്കും കൂടിയും അതൊരു ഒറ്റയ്ക്ക് പാടുന്നതാണ്. അതിന് പകരം നമുക്ക് പാടാൻ സഹായകമായിട്ട് ഒരു ശിങ്കടിയും അതുമാതിരിയും അതിനും പക്കം മേളവും ഒക്കെ കൊടുക്കാം എന്നുള്ളൊരു ധാരണയിൽ നിന്നാണ് ഇങ്ങനത്തെ ഒരു ഇത് വെച്ചുകൊണ്ട്. എന്തായാലും ബാബുവേട്ടനും ഒരുപാട് കാലങ്ങൾ ഈ കഥകളി രംഗത്ത് പാടിയും അനവധി ആചാര്യന്മാരുടെ കീഴിൽ പാടിയും ഇന്ന് ഒരുപാട് ആൾക്കാർക്ക് ഗുരുവായിട്ടും ഒക്കെ പ്രവർത്തിക്കുന്ന ശ്രീ ബാബുവേട്ടനെയും ഈ പ്രോഗ്രാമിലേക്ക് സസന്തോഷം സ്വാഗതം ചെയ്യുന്നു. ബാബുവേട്ടൻ്റെ കൂടെ പാടാൻ വന്നിരിക്കുന്നത് കലാമണ്ഡലം വിശ്വാസമാണ്. വിശ്വാസം ഇന്ന് കഥകളി അരങ്ങിൽ ധാരാളം ആൾക്കാർക്ക് പരിചിതനായിട്ടുള്ള ആളാണ്. വിശ്വാസിനെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പിന്നെ നമ്മുടെ അംഗങ്ങളാണ് എന്നുണ്ടെങ്കിലും മാന്തളത്തിന് വന്ന ബിജു ആറ്റുപുറം, അതേമാതിരി ജയദാസ് ജയൻ, ഇവരെയും ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മാത്രമല്ല വേദികയുടെ പ്രവർത്തകരായും അല്ലാതായും ഇവിടെയുള്ള ഒരുവിധം എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പരിചയമുള്ളവരാണ് എന്നുള്ളത് തന്നെയാണ് ഈ സദസ്സിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. വന്നിരിക്കുന്ന എല്ലാ അംഗങ്ങൾക്കും, ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാ ആസ്വാദകർക്കും ഈ ഒരു പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. നമ്മുടെ പ്രഭാഷണത്തിനായിട്ട് ശ്രീ കലാധരേട്ടനെ ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ടവർ,
ഇരുന്നിട്ടുള്ള പ്രഭാഷണം എനിക്ക് അത്ര വശമില്ല. നിന്നിട്ടാണ് കൂടുതലും ആക്രമണങ്ങൾ പതിവ്. അപ്പം അതുകൊണ്ട് ഈ ഇരിപ്പ് വശം ചിലപ്പോൾ ശരിയാവാത്ത ചില പ്രശ്നങ്ങൾ വരും. അത് ക്ഷമിക്കണം. ഈ ഇരിക്കുന്ന സദസ്സിലെ ഒരുവിധ ആളിലൊക്കെ എനിക്ക് പരിചയമാണ്. അപ്പോൾ അതാണ് മറ്റൊരു ദുർഘടം. ഒരുവിധം ആളുകളൊക്കെ ഞാൻ പറയുന്നതിന് മുമ്പും കേട്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നവീനമായ എന്തെങ്കിലും ആവിഷ്കരിക്കുക എന്നുള്ളത് ഈ സന്ദർഭത്തിൽ അചിന്ത്യമാണ്. എങ്കിലും ഒരു ഓർമ്മപ്പെടുത്തൽ എന്ന നിലയ്ക്കും നിങ്ങൾ മറന്നുപോയിട്ടുള്ള ചില കാര്യങ്ങൾ നിങ്ങളുടെ ഓർമ്മയിലേക്ക് കൊണ്ടുവരിക എന്ന നിലയിലും ആ തരത്തിലുള്ള ഒരു സംഭാഷണമാണ് ഞാനിവിടെ ഈ സന്ദർഭത്തിൻ്റെ ഒരു പ്രേരണ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഞാൻ പലപ്പോഴും ആലോചിക്കാറുള്ള ഒരു സംഗതി, നമ്മുടെ ഭാരതീയ പാരമ്പര്യ കലകളെടുത്താൽ വളരെ സുശക്തമായി നിൽക്കുന്ന നമ്മുടെ പാരമ്പര്യ കലാ സംസ്കാരം പരിശോധിച്ചാൽ അതിൻ്റെ ചരിത്രം സുവ്യക്തവും അസന്ദിഗ്ധവും തെളിവുകളാൽ സമൃദ്ധവുമായിരിക്കുന്നത് 20-ാം നൂറ്റാണ്ടിലാണ്. 20-ാം നൂറ്റാണ്ടിന് മുമ്പ് വരെയുള്ള നമ്മുടെ കലകളുടെ ചരിത്രം, അതിന് ദൃശ്യമാവട്ടെ ശ്രവ്യമാവട്ടെ, അതിൻ്റെ ചരിത്ര പരിശോധന എന്നത് വളരെ കുഴപ്പം പിടിച്ചൊരു സംഗതിയാണ്. കാരണം പലപ്പോഴും അർത്ഥസത്യങ്ങളും ഐതിഹ്യത്തോളം ചെല്ലുന്ന ആഖ്യാനങ്ങളും അസ്പഷ്ടമായ വിവരങ്ങളും എല്ലാം ചേർന്നുണ്ടായ ഒരു സമ്മിശ്രാവസ്ഥയിലുള്ള വിവരണങ്ങളുടെ ഒരു ആകത്തുകയാണ്, അല്ലെങ്കിൽ കണ്ടെത്തലുകളുടെ ഒരു ആകത്തുകയാണ് ഭാരതീയ പാരമ്പര്യ കലകളുടെ 20-ാം നൂറ്റാണ്ട് വരെയുള്ള ചരിത്രം. കാരണം അതിന് പല കാരണങ്ങളുണ്ട്. ഒന്നാമത് ഈ ടെമ്പിൾ ഡോക്യുമെൻറ്റ്സ് എന്ന് പറയുന്നത്, ക്ഷേത്രങ്ങളിലാണ് ഈ കലകളൊക്കെ അവതരിപ്പിച്ചിട്ടുള്ളത്. അവിടെ ഇത് സംബന്ധിച്ച എങ്ങനെയായിരുന്നു ഇതിൻ്റെ അവതരണ രീതി, ആവിഷ്കാര രീതി, ഇതിൽ ഉണ്ടായിരുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ്, അതിൽ പങ്കെടുത്ത കലാകാരികൾ എങ്ങനെയാണ്, ഇതിനെക്കുറിച്ചൊന്നുമുള്ള വിവരം ഒരു ടെമ്പിൾ ഡോക്യുമെൻറ്റ്സ് ആയിട്ട് നമുക്ക് ലഭ്യമല്ല. പിന്നെ ഒരു ഇൻസ്ക്രിപ്ഷണൽ എവിഡൻസ് പറയും, ചരിത്രകാരന്മാരൊക്കെ പരിശോധിക്കുന്ന പല രേഖകൾ, പുരാരേഖകൾ ഇത് സംബന്ധിച്ച്, അത് ശിലാലിഖിതങ്ങൾ, ഇങ്ങനെയുള്ളതൊന്നും നമുക്ക് ദൗർഭാഗ്യവശാൽ കലകളെ സംബന്ധിച്ചിടത്തോളം ലഭ്യമല്ല. ചരിത്രപരമായ പഠനങ്ങൾ നടത്തുന്ന ആളുകൾക്ക് ക്ഷേത്രങ്ങളുടെ പഴക്കം, സംസ്കാരം, വൃക്ഷങ്ങളുടെയൊക്കെ ആദിമമായ അതിൻ്റെ അവസ്ഥകൾ, ഇതിനൊക്കെ പരിശോധിക്കാൻ ഒരുപാട് മാർഗങ്ങളുണ്ട്, ചരിത്രത്തിൽ ഒരുപാട് ഉപാദാനങ്ങളുണ്ട്. പക്ഷേ കലകളെ സംബന്ധിച്ചിടത്തോളം വളരെ വസ്തുനിഷ്ഠമായി ഓരോ കലാരൂപത്തിൻ്റെയും ഉത്ഭവത്തെയും വളർച്ചയെയും അടയാളപ്പെടുത്താൻ പ്രാപ്തമായ രേഖകളില്ല. അതുകൊണ്ട് പലപ്പോഴും നമ്മൾ 20-ാം നൂറ്റാണ്ടിൻ്റെ പിന്നിലേക്ക് പോകുമ്പോൾ ഊഹാപോഹങ്ങളെ, അഭ്യൂഹങ്ങളെ ആശ്രയിച്ചാണ് നമ്മളെ പല കാര്യങ്ങളും ഇതിങ്ങനെയായിരുന്നു, അതങ്ങനെയായിരുന്നു എന്നൊക്കെ പറയുന്നത്. ഒരു തരത്തിലൊരു സാഹചര്യങ്ങളുടെ ഒരു തെളിവ് ഇതിൽ കാണാനായിട്ട് കഴിയും. സാഹചര്യ തെളിവ് എന്ന് പറയുന്നത് നിസ്സാരമായൊരു സംഗതിയല്ല. മറ്റ് രൂപത്തിലുള്ള വളരെ മൂർത്തമായ തെളിവുകൾ അരങ്ങിലെത്തുന്നത് വരെ ഈ സാഹചര്യ തെളിവുകൾ നിലനിൽക്കും. എന്നാണോ വളരെ സ്പഷ്ടമായ രേഖകളുമായി ഒരു ചരിത്രകാരൻ ഇതിൻ്റെ മുന്നിലേക്ക് വരുന്നത്, അപ്പോൾ ഈ അഭ്യൂഹങ്ങൾ കൊണ്ടുള്ള ചരിത്രം അവസാനിക്കും. പക്ഷെ അതുവരെ ആ ചരിത്രത്തിനും ആയുസ്സുണ്ട് എന്ന് ഇന്നും നമ്മളോട് പറയുന്ന കഥകളി സംബന്ധമായ വലിയ ഒരു ചരിത്ര രേഖയാണ് KPS മേനോൻ്റെ കഥകളി രംഗം. അപ്പോൾ KPS മേനോൻ്റെ കഥകളി രംഗം പരിശോധിക്കുമ്പോഴും നമുക്കിതൊക്കെ കാണാനായിട്ട് കഴിയും. 20-ാം നൂറ്റാണ്ട് മുതൽക്കുള്ള കലാകാരന്മാരെ, കഥകളിയുടെ ചരിത്രത്തെ, വികാസ പരിണാമങ്ങളെയൊക്കെ അദ്ദേഹം അടയാളപ്പെടുത്തുമ്പോൾ അതിലൊക്കെ വസ്തുതകൾ തെളിഞ്ഞു നിൽക്കുമെങ്കിലും, പക്ഷെ അതിന് മുൻപുള്ള ചരിത്രത്തെക്കുറിച്ച് അദ്ദേഹം പറയുന്നതൊക്കെ പല ആളുകളിൽ നിന്ന് കേട്ട കാര്യങ്ങൾ, ഒരു തരത്തിൽ പറഞ്ഞാൽ ഒരു കെട്ടുകഥയോളം പോന്ന, ഐതിഹ്യത്തോളം പോന്ന ഒരുപാട് അത്ഭുത കഥകൾ, ഇതെല്ലാം കോർത്തിണക്കിക്കൊണ്ടാണ് അദ്ദേഹം അത് രൂപീകരിച്ചിട്ടുള്ളത്.
അപ്പം നമുക്ക് ലഭ്യമായ വിവരങ്ങളുടെ സാഹചര്യ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പരിശോധിച്ചാൽ ഈ രാമനാട്ടം ഉണ്ടായ കാലത്ത് ശ്ലോകങ്ങളും പദങ്ങളുമായിട്ട് ഈ ആട്ടക്കഥാ രൂപം പ്രത്യക്ഷപ്പെടുന്ന കാലത്ത് 8 രാമനാട്ട കഥകൾ ഉണ്ടാവുന്നത് കൊട്ടാരക്കര തമ്പുരാൻ ഈ കഥകൾക്ക് രൂപം കൊടുക്കും. അദ്ദേഹത്തിന് ഒരു മാതൃക ഉണ്ടാവണം. വെറുതെ നമുക്ക് ശൂന്യതയെന്നൊന്നും ഇതുണ്ടാക്കാൻ പറ്റില്ല. എൻ്റെ ഒരു തോന്നൽ അദ്ദേഹത്തിന് ഏറ്റവും ശക്തമായ പ്രകടമായ ഒരു മാതൃകയായി അദ്ദേഹത്തിന് മുന്നിലുണ്ടായത് അഷ്ടപതിയാണ്. 12-ാം നൂറ്റാണ്ടിൽ ജയദേവ കവി എഴുതിയ അഷ്ടപതി മിക്കവാറും 14-15 നൂറ്റാണ്ടോടുകൂടി 13-14 നൂറ്റാണ്ടെന്ന് പറയാം, ഭാരതം മുഴുവൻ അത് വ്യാപിക്കുന്നുണ്ട്. ഇന്നത്തെ പോലെ ആശയവിനിമയ സൗകര്യങ്ങളൊക്കെ വളരെ കുറഞ്ഞ, യാത്രാ സൗകര്യം തീരെ കുറഞ്ഞ ആ ഒരു കാലയളവിൽ എങ്ങനെയാണ് ഈ അഷ്ടപതി ഗീതഗോവിന്ദം ഭാരതം മുഴുവൻ വലിയൊരു സംസ്കാരമായി മാറിയത്? വൈഷ്ണവ ഭക്തി പ്രസ്ഥാനത്തിൻ്റെ അതിശക്തമായൊരു ബിംബമായി ഗീതഗോവിന്ദം മാറുന്നുണ്ട്. അതിൻ്റെ ഭാഗമായി കേരളത്തിലെ ക്ഷേത്രങ്ങളിലും ആന്ധ്രയിലും ഒക്കെ വരുന്നുണ്ട്, തമിഴ്നാട്ടിൽ വരുന്നുണ്ട്. അതിനെ ഒരുപാട് തരത്തിൽ സ്വാധീനിച്ച പല കൃതികളുണ്ടാവുന്നുണ്ട്. ഇതിൻ്റെയൊക്കെ ഭാഗമായിട്ട് കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ ഒരുപക്ഷെ നമ്മൾ ഇന്ന് കാണുന്ന തരത്തിലുള്ള ക്ഷേത്രത്തിൻ്റെ ഒരു ആദിമ സ്വരൂപം നിലവിൽ വന്നത് 14-15 നൂറ്റാണ്ടുകൾ എന്നാണ് ചരിത്രകാരന്മാർ പറയുന്നത്. 14-ാം നൂറ്റാണ്ടെന്നൊക്കെ ഏതാണ്ട് പറയുന്നുണ്ട്. എങ്കിൽ ആ ക്ഷേത്രങ്ങളിൽ സംസ്ഥാപിതമായ ഒരു സംഗീത പാരമ്പര്യം, സോപാന സംഗീതം എന്ന് വിളിക്കാം, വെട്ടിപ്പാട് സേവ എന്ന് വിളിക്കാം, ഇനി അതിൻ്റെയും ആദിമമായിട്ടുള്ള കളമെഴുത്ത് പാട്ട്, ഇങ്ങനെയുള്ള ഒരു സംഗീത സംസ്കാരത്തിൽ നിന്ന് ആയിരിക്കണം രാമനാട്ടത്തിലെ കഥകളുടെ ശ്ലോകങ്ങളുടെയും പദങ്ങളുടെയും ആവിഷ്കാരം എങ്ങനെ വേണം എന്ന് കൊട്ടാരക്കര തമ്പുരാനും അദ്ദേഹത്തോടൊപ്പം പ്രയത്നിച്ച അന്നത്തെ ആചാര്യന്മാരും തീരുമാനിച്ചത് എന്ന് കരുതുന്നതിൽ തെറ്റില്ല. കാരണം അവർക്ക് കാണാൻ കഴിയുന്ന ഒരു കഥകളി ഒരു നിലയ്ക്കൊരു ക്ഷേത്രകല എന്ന് പോലും പറയാവുന്ന ഒരു കഥകളിക്ക് അതിന് കാണാവുന്ന, അതിന് സ്വീകരിക്കാവുന്ന ഏറ്റവും നല്ല മാതൃക ക്ഷേത്ര സംസ്കാരത്തിൽ നിന്ന് തന്നെയാണ്. ആ ക്ഷേത്രത്തിൽ കേൾക്കുന്ന ഒരു സംഗീതത്തിൻ്റെ സ്വഭാവത്തെ അത് ഈ രാമനാട്ടത്തിലേക്ക് പരിവർത്തിപ്പിക്കുകയാവും കൊട്ടാരക്കര തമ്പുരാൻ ചെയ്തത് എന്ന തോന്നലിന് വലിയ പ്രസക്തി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. കാരണം അന്നത്തെ കാലത്ത് നമുക്കറിയാം, ഈ ഏതൊരു സംയുക്ത കലാരൂപം പരിശോധിച്ചാലും അതിലെ കാഴ്ചയുടെ ദൃശ്യത്തിൻ്റെയും ശ്രവ്യത്തിൻ്റെയും അംശങ്ങൾ ആദ്യമകാലങ്ങളിൽ, അത് ഉത്ഭവിച്ച കാലങ്ങളിലൊന്നും ഇത് തമ്മിൽ യാതൊരു ചേർച്ചയും ഉണ്ടാവാൻ വഴിയില്ല. കളിക്കേണ്ട കളി അങ്ങനെ കളിക്കും, പാടുക എന്ന് പറയുന്നത് ഒരു പാട്ടാണ് പാടും, ഒരു കൊട്ടാണ് കൊട്ടും, അത്രേ ഉള്ളൂ. അല്ലാതെ പാട്ടും കൊട്ടും ദൃശ്യവും തമ്മിലുള്ള ഒരു സമ്മേളനം എന്നത്, സുദൃഢമായ ഒരു ചേർച്ച എന്നത് ആ കാലങ്ങളിൽ ഉണ്ടാവാൻ യാതൊരു വഴിയില്ല. അത് വെവ്വേറെ ഇങ്ങനെ നിൽക്കും. കാലം കൊണ്ടാണ്, പിന്നീട് കാലം ഇങ്ങനെ പോകുന്തോറും ആചാര്യന്മാർ പലർ അതിൽ പ്രവർത്തിച്ചു വരുന്നതോടെ പിന്നീടാണ് ഇത് തമ്മിലുള്ള ഒരു ചേർച്ച സംജാതമാവുന്നത്. അങ്ങനെ സംജാതമാവുന്ന സമയത്താണ് രാഗങ്ങളെ സംബന്ധിച്ചായാലും താളങ്ങളെ സംബന്ധിച്ചായാലും കാലത്തെ സംബന്ധിച്ചായാലും മേളത്തിൻ്റെ ചേരലുകളെ സംബന്ധിച്ചായാലും ഒക്കെയുള്ള ധാരണകൾ കൂടുതൽ മൂർത്തമായി തീരുക. അതിന് മുമ്പൊക്കെ വളരെ അസ്പഷ്ടമായ ധാരണകളുടെ അടിസ്ഥാനത്തിലാവും കഥകളിയിലെ വേഷവും മേളവും പാട്ടും ഒക്കെ അരങ്ങിൽ സംബന്ധിച്ചിട്ടുണ്ടാവുക എന്നെനിക്ക് തോന്നുന്നു. അതുകൊണ്ട് തന്നെ ഈ ചെണ്ട എന്ന സംഗതി, അത് വെട്ടത്തുനാട്ട് രാജാവാണ് ചെണ്ട കഥകളിയിൽ കൊണ്ടുവന്നത് എന്ന KPS മേനോൻ്റെ ആ നിഗമനം തീരെ തള്ളിക്കളയാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. രാമനാട്ടം ഉത്ഭവിച്ച നാളിൽ തന്നെ ഇത് സ്വയം സമ്പൂർണ്ണമായിരുന്നു എന്നൊക്കെ പറഞ്ഞാൽ വിശ്വസിക്കാൻ വളരെ വിഷമമുണ്ട്. കാരണം നമുക്കറിയാവുന്ന കഥകളിയുടെ 20-ാം നൂറ്റാണ്ടിലെ ഒരു സംസ്കാരത്തിൽ പോലും ഇതിൻ്റെ
കാഴ്ചയും ശ്രവ്യമായ അംശങ്ങളും തമ്മിലുള്ള സംയോഗം സൂക്ഷ്മവും തീക്ഷ്ണതരവുമാവുന്നത് 20-ാം നൂറ്റാണ്ടിൽ തന്നെയാണ്. അതിനു മുമ്പുള്ള കഥകളിയുടെ ഒരു ചരിത്രം പരിശോധിക്കുമ്പോൾ പലരിൽ നിന്ന് കേട്ടതും പലരിലൂടെ അനുഭവിച്ചതുമായി പല ആചാര്യന്മാർ പറഞ്ഞു കേട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ എനിക്ക് തോന്നിയിട്ടുള്ളത്, ഇതിലൊക്കെയുള്ള അംശങ്ങൾ സംഗീതത്തിൻ്റെ അംശമായാലും മേളത്തിൻ്റെ ആയാലും കാഴ്ചയുടെ ആയാലും അതെല്ലാം ഒന്നിച്ച് ചേർന്ന് അവതരിപ്പിക്കപ്പെട്ടു എന്നല്ലാതെ അതിൻ്റെ ഒരു അർത്ഥസമ്പുഷ്ടമായ സങ്കലനം എന്നത് 20-ാം നൂറ്റാണ്ടിൽ മാത്രം സംഭവിക്കുന്നതാണ്. രാമനാട്ടം കഥകളി ആയതിനു ശേഷവും ഈ കഥകളി ആയി തീർന്നിട്ട് 18-ാം നൂറ്റാണ്ട് മുതലെടുത്തോളൂ. 17-ാം നൂറ്റാണ്ടിൻ്റെ അവസാനം 18-ാം നൂറ്റാണ്ട്, 19-ാം നൂറ്റാണ്ട്, 20-ാം നൂറ്റാണ്ടൊക്കെ വരുമ്പോഴാണ് ഇതിൽ പ്രവർത്തിച്ചിട്ടുള്ള മഹാരഥന്മാരുടെ സിദ്ധി സാധനകളെ പരസ്പരം സമ്മേളിപ്പിക്കാനുള്ള ബോധപൂർവവും അബോധപൂർവവുമായ ശ്രമം നടക്കുന്നത്. ഇത് കേരള കലാമണ്ഡലം സ്ഥാപിതമാവുന്നതിന് മുമ്പുള്ള കളരികളൊക്കെ നോക്കിയാൽ വലിയ ഭൂപ്രഭുക്കന്മാരുടെ വീട്ടിലാണ് കഥകളി കളരികൾ ഉണ്ടായിരുന്നത്. തുളപ്പമണ മനക്കലായാലും അല്ലെങ്കിൽ കൂടല്ലൂരായാലും അല്ലെങ്കിൽ മറ്റേ ഗോപിയാശാൻ്റെ ജന്മനാടായ ആ പ്രദേശത്തുണ്ടായ കളരിയായാലും മറ്റു പല കളരികൾ എടുത്താലും ഇവിടെയൊക്കെ ഈ ആശാന്മാർക്കും വിദ്യാർത്ഥികൾക്കും ഒരുതരം സ്വാതന്ത്ര്യമുണ്ടെങ്കിലും അതൊന്നും ഒരു ജനാധിപത്യപരമായി സൃഷ്ടിക്കപ്പെട്ട ഒരു സ്ഥലമല്ല, ഒരിടമല്ല. അവിടെ അദൃശ്യമായി ആരാണോ ഇവിടെ ഈ കളരി അനുവദിച്ചു കൊടുത്തത്, ആരുടെ ആജ്ഞാനുവർത്തികളായിട്ടാണോ ഈ കലാകാരന്മാർ പ്രവർത്തിക്കുന്നത്, അവരുടെ അദൃശ്യമായൊരു ആജ്ഞാശക്തിയും നിയന്ത്രണവും അവരുടെ മേലുണ്ടാവും. അത് ഇല്ലാതായിത്തീരുന്നത് ഒരു ജനാധിപത്യ വ്യവസ്ഥയുടെ ഭാഗമായി കേരള കലാമണ്ഡലം പോലെ ഒരു സ്ഥാപനം ഉണ്ടായപ്പോഴാണ്. അങ്ങനെ കലാമണ്ഡലം എന്ന ഒരു പൊതുസ്ഥാപനത്തിലേക്ക് ഈ കഥകളി എന്ന കലാരൂപം കടന്നു വരുമ്പോൾ അതിലെ ആചാര്യന്മാരെല്ലാവരും, പട്ടിക്കാത്തോട് രാവണ്യമേനോൻ അടക്കമുള്ള ആചാര്യന്മാരൊക്കെ വളരെ സർവതന്ത്ര സ്വതന്ത്രരാണ്. അവരിതിന് മുൻപ് അനുഭവിച്ച സ്വാതന്ത്ര്യത്തെക്കാൾ ഇരട്ടി സ്വാതന്ത്ര്യം അനുഭവിക്കാനുള്ള സകല സാധ്യതകളും ഈ പൊതുവിടം, ഈ പബ്ലിക് സ്പേസ് ഒരുക്കി കൊടുക്കുന്നുണ്ട്. അതിൽ നിന്നാണ് അവരുടെ സർഗാത്മകത, അവർക്ക് പരസ്പരം കഥകളിയുടെ കാഴ്ചയെയും കേൾവിയെയും ബന്ധിപ്പിക്കാനുള്ള സകല സാധ്യതകളെയും പരമാവധി പ്രയോജനപ്പെടുത്തുക എന്ന ഒരു സ്ഥിതിവിശേഷം അവിടെയാണ് സംജാതമായത് എന്ന ഒരു നിരീക്ഷണത്തിലാണ്, എന്നൊരു ബോധ്യത്തിലാണ് ഞാൻ. അതറിവല്ല, അതെൻ്റെ ഒരു ബോധ്യവും. അങ്ങനെ ഉണ്ടാകുമ്പോഴാണ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ, എപ്പോഴും എല്ലാവരും പറയുന്നത് പോലെ കലാകാര ചതുഷ്ടയം എന്ന ഒരവസ്ഥ, അതായത് വേഷവും സംഗീതവും മേളവും പരസ്പരം കൂടിച്ചേർന്നുണ്ടാവുന്ന, ഇതെല്ലാം ഏകോപിച്ചുണ്ടാവുന്ന ഒരു ഇൻറ്റഗ്രേറ്റഡ് സ്റ്റേറ്റ്, ഒരു ഉദ്ഗ്രഥിതാവസ്ഥ കഥകളിക്ക് കൈവരുന്നത്. അതിനുശേഷമാണ് ഈ കഥകളി സംഗീതം എന്നത് അതിൻ്റേതായ വ്യക്തിത്വത്തിൽ, അതിൻ്റേതായ ഒരു വ്യാകരണ വിശേഷത്തിൽ, അതിൻ്റേതായ ഒരു ഘടനാഭദ്രതയിൽ പുലരുന്നതും വികസിക്കുന്നതും. ആ ഒരു ചരിത്രമാണ് അതിന് പിന്നിലുള്ള കാലത്തിൻ്റെ ചരിത്രത്തെക്കാൾ നമ്മുടെ മനസ്സിലും നമ്മുടെ മുമ്പിലും സ്പഷ്ടമായി തീരുന്നത് എന്നൊരു തോന്നലാണ് എനിക്കുള്ളത്. അതിൽ നമുക്ക് കാണാവുന്ന ഒരു കാര്യം, ഇപ്പോൾ ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ, ഈ കഥകളി എന്ന കലാരൂപത്തിൽ അതിൻ്റെ ദൃശ്യം കഴിഞ്ഞാൽ പരമപ്രധാനമായി നിൽക്കുന്നത് വാചികമാണ്. കഥകളി നടൻ നിർവഹിക്കേണ്ട വാചികമാണ് വേഷക്കാരൻ നിന്ന് വേർപെടുത്തി ഗായകർ കൊടുത്തത്. മറ്റ് കലകളിൽ അങ്ങനെ ഒരു അവസ്ഥയല്ല. ഇപ്പോൾ ഭരതനാട്യമായാലും കുച്ചിപ്പുടി ആയാലും ഒഡീസി ആയാലും കഥക്കായാലും ഒക്കെ അതിലെ അംഗങ്ങൾ എന്നത്, അതിലെ വാദ്യങ്ങൾ എന്നത്, ഇപ്പോൾ വയലിനായാലും മൃദംഗമായാലും
വീണയായാലും ഇങ്ങനെയുള്ള വാദ്യങ്ങളൊക്കെ, അല്ലെങ്കിൽ തബലയായാലും ഇങ്ങനെയുള്ള വാദ്യങ്ങളൊക്കെ വരുമ്പോൾ അത് ഈ ദൃശ്യത്തിന് കൊടുക്കുന്ന പോഷകാവസ്ഥ എന്ന സ്ഥിതിയല്ല വാചികത്തെ സംബന്ധിച്ചിടത്തോളം. നടനിൽ നിന്ന് വേർപെടുത്തപ്പെട്ട ഒരു അംഗത്തെ, വാചികത്തെ, അത് നിർവഹിക്കാനായി പാട്ടുകാരനെ ഏൽപ്പിക്കുക. അല്ലാതെ നടനെ ശക്തിപ്പെടുത്തൽ മാത്രമല്ല, നടനെ എംപവർ ചെയ്യുക, നടനെ പലതരത്തിലുള്ള വിവിധ തരംഗങ്ങളിലുള്ള ശബ്ദത്തിലൂടെ ശക്തിപ്പെടുത്തുക എന്ന കർമ്മം ഇരിക്കെ തന്നെ നടൻ നിർവഹിക്കേണ്ട പരമപ്രധാനമായ വാചികത്തെ ഗായകൻ ഏറ്റെടുക്കുക. അപ്പൊ ഗായകന് നടൻ ചെയ്യേണ്ട ആംഗിക സാത്വിക ആഹാരങ്ങളെ മാറ്റി നിർത്തിയാൽ പരമപ്രധാനമായ വാചികം, നാട്യശാസ്ത്രകാരൻ പറയും വാക്കാണ് സർവ്വതും എന്ന് പറയും. ആ വാക്കിനെ ഏറ്റെടുക്കുന്ന വ്യക്തിയായിട്ടാണ് കഥകളിയിൽ ഗായകൻ നിലകൊള്ളുന്നത്. മറ്റുള്ള കലകളിലെ പോലെയല്ല. മറ്റുള്ള കലകളിലൊക്കെ അവരെ ശക്തിപ്പെടുത്തുക, അവരെ സുശക്തമാക്കണം, അവരുടെ ദൃശ്യത്തെ, അവരുടെ ആംഗികത്തെ, അവരുടെ സാത്വികത്തെ ഒക്കെ തേജോമയമാക്കുക എന്നൊരു കർമ്മമാണ് അവിടെ ഗായകർക്കും നട്ടുവന്മാർക്കും വാദ്യങ്ങൾക്കും നിർവഹിക്കാനുള്ളത് എന്ന അവസ്ഥയിൽ നിന്ന് കഥകളിയിൽ വരുമ്പോൾ കഥകളിയിലെ വാചികം എന്നത് ഗായകൻ നിർവഹിക്കുന്നത് കൊണ്ട് ഗായകൻ ഒരു അഭിനേതാവ് തന്നെയാണ്. അതുകൊണ്ട് അക്ഷരാർത്ഥത്തിൽ ഗായകൻ അഭിനയിക്കണമെന്നല്ല, പക്ഷേ ആ അഭിനേതാവിന് ചെയ്യാത്ത സംഗതികൾ മുഴുവൻ, വാക്കുകൊണ്ട് അയാൾ ചെയ്യാത്ത സംഗതികളെ മുഴുവൻ തൻ്റെ സംഗീതത്തിലൂടെ, ശ്ലോകങ്ങളിലൂടെയും പദങ്ങളിലൂടെയും ദണ്ഡകത്തിലൂടെയും പ്രകാശിപ്പിക്കുക എന്ന പരമപ്രധാനമായ കർമ്മം ഗായകൻ നിർവഹിക്കുന്നു. അതുകൊണ്ടാണ് കളിയരങ്ങിൻ്റെ നിയന്താവ് എന്നത് കഥകളി ഗായകൻ ആണ് എന്ന് വരുന്നത്. ഈ ഒരു സ്വഭാവവിശേഷം നമ്മുടെ ഭാരതീയ കലകളിൽ മറ്റെവിടെയും മറ്റൊന്നിലും കാണാനായിട്ട് സാധിക്കില്ല. അങ്ങനെ വേഷക്കാരൻ്റെ തൊട്ട് പിന്നിൽ നിൽക്കുന്ന ഗായകൻ, പൊന്നാനിയും ശങ്കിടിയും, അവരാണ് ഈ കഥകളിയെ നിയന്ത്രിക്കുക എന്ന ഒരവസ്ഥ. അത് ഒരുപക്ഷെ നമ്മുടെ നാട്യകലകളിലൊന്നും നമ്മുടെ ദൃശ്യകലകളിലൊന്നും മറ്റൊന്നിലും നമുക്ക് കാണാനായിട്ട് കഴിയില്ല. കൂടിയാട്ടം എടുത്തോളൂ, കൂടിയാട്ടത്തിൽ എല്ലാം നിയന്ത്രിക്കുന്നത് വേഷക്കാരൻ തന്നെയാണ്, ചാക്യാർ തന്നെയാണ്. മിഴാവിനൊക്കെ അതിലൊരു ഒരളവ് വരെ ഒരു പങ്കേ ഉള്ളൂ, പ്രാധാന്യമുള്ളൂ. അതിൽ കവിഞ്ഞ് നമ്പ്യാർക്ക് അവിടെ ഒന്നും ചെയ്യാനില്ല. ചാക്യാരാണ് സർവാധിപതി. പക്ഷേ കഥകളിയെ സംബന്ധിച്ചിടത്തോളം വേഷക്കാരൻ സർവാധിപതിയാവുക എന്നതിന് ഈ കല അതിൻ്റെ ജൈവികമായ അവസ്ഥയിൽ ഏർപ്പെടുത്തിയ ഒരു നിയന്ത്രണമാണ് അതിൻ്റെ വാചികാഭിനയം. അത് നിർവഹിക്കുന്ന ഗായകർ അത് അവരുടെ പ്രാപ്തിയെക്കുറിച്ച്, അവരുടെ വാസനയെക്കുറിച്ച്, അവരുടെ വൈഭവത്തെക്കുറിച്ചൊക്കെ പലതരത്തിൽ വേഷക്കാർക്കും മറ്റുള്ളവർക്കും തർക്കിക്കാൻ കഴിയുമെങ്കിലും കഥകളി കൊണ്ട് നടത്തുക എന്ന പ്രാഥമികമായ കർമ്മം നിർവഹിക്കാൻ ബാധ്യതപ്പെട്ട ആൾ കഥകളി ഗായകർ തന്നെയാണ്. അതിനെ സംബന്ധിച്ച് നമുക്കറിയാം, പിൽക്കാലമൊക്കെ വളരെ തർക്കങ്ങൾ ഉണ്ടായിട്ടുണ്ട്. വളരെയധികം തർക്കത്തിനാസ്പദമായ ഒരുപാട് വാദങ്ങൾ പലരും നിരത്തിയിട്ടുണ്ട്. എങ്കിൽ പോലും ആത്യന്തികമായി കഥകളിയുടെ നിയന്ത്രണം തന്നിലാണ് എന്ന ബോധ്യം അവസാനം വരെ, ജീവിതാവസാനം വരെ വച്ച് പുലർത്തിയ കഥകളി സംഗീതാചാര്യൻ എന്നത് ആ പരമപദം കലാമണ്ഡലം നീലകണ്ഠൻ നമ്പീശന് അവകാശപ്പെട്ടതാണ്. അദ്ദേഹം അത് തൻ്റെ സ്വാതന്ത്ര്യം, തൻ്റെ അവകാശം അവസാനം വരെ നിലനിർത്തി. ഒരു വേഷക്കാരനെയും തൻ്റെ ചേങ്കിലത്തുമ്പിൻ്റെ അനുവദിക്കുന്ന സ്വാതന്ത്ര്യത്തിനപ്പുറം പോവാൻ അദ്ദേഹം അനുവദിച്ചില്ല. അവരെത്രത്തോളം വലിയ താരരാജാക്കന്മാരായിരുന്നാൽ പോലും അവർ ഒരു പരിധി വിട്ട് അരങ്ങിൽ പ്രവർത്തിക്കുന്നു എന്ന് കണ്ടാൽ അവരെ നിയന്ത്രിക്കാൻ അദ്ദേഹം ഏത് കാലത്തും ശ്രമിച്ചിരുന്നു.
കലാമണ്ഡലം കൃഷ്ണൻ നായർ മുതൽ താഴേക്കൽ എല്ലാവരുടെയും കാര്യത്തിൽ എനിക്കിത് ഞാൻ നേരിൽ അനുഭവിച്ചിട്ടുള്ളതാണ്. അവർക്ക് എന്ത് അതൃപ്തി തോന്നിയാലും, അവർക്ക് എന്ത് വിപ്രതിപത്തി ഉണ്ടെങ്കിലും ഈ അരങ്ങിനെ ഞാനാണ് നിയന്ത്രിക്കുക എന്ന അദ്ദേഹത്തിൻ്റെ തീരുമാനം അദ്ദേഹം അവസാനം വരെ സൂക്ഷിച്ചു. അതിന് വേണ്ടത് കഥകളിയെ സംബന്ധിക്കുന്ന സമഗ്രമായ പരിജ്ഞാനമാണ്. ആ സമഗ്രമായ പരിജ്ഞാനം കഥകളിയെ സംബന്ധിച്ച് അതിൻ്റെ ആംഗികത്തെപ്പറ്റി, ആഹാരത്തെപ്പറ്റി, സാത്വികത്തെപ്പറ്റി, അതിൻ്റെ സാഹിത്യത്തെപ്പറ്റി ഒക്കെയുള്ള ഈ പരിജ്ഞാനം ഏത് ഗായകനിൽ ഇല്ലാതാവുന്നുവോ ആ ഗായകരെ കീഴ്പ്പെടുത്താനുള്ള ഒരു പരിശ്രമം വേഷക്കാരൻ നടത്തിക്കൊണ്ടിരിക്കും. ആ നടത്തിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഒരു ചരിത്രമാണ് കഥകളിയുടെ സമകാലിക ചരിത്രം എന്നത്. അപ്പോൾ ആരാണ് പ്രധാനി അരങ്ങിൽ എന്നുള്ളതിനെക്കുറിച്ചുള്ള തർക്കങ്ങൾ വരും. ആ തർക്കങ്ങൾ തീർപ്പ് കൽപ്പിക്കാൻ ഇവരെക്കാൾ അധികം കഥകളിയുടെ സമഗ്ര വശങ്ങളെക്കുറിച്ചും അറിയുന്ന വേഷക്കാർക്ക് കൂടുതൽ നിർബന്ധമുണ്ടാവും. അവർ മുന്നിലേക്ക് കടന്നു വരും. ഞാൻ ഏറെക്കാലം ചിന്തിച്ചിരുന്നത്, ഏറെക്കാലം എനിക്ക് തോന്നിയിരുന്നത് രാഗങ്ങളാണ്, സംഗീതമാണ് കഥകളി സംഗീതത്തിലെ ഏറ്റവും പ്രധാന അംശം എന്നാണ്. പക്ഷേ ഈ അടുത്ത കാലത്ത് ഞാൻ ആ ധാരണ മാറ്റി. സാഹിത്യമാണ് കഥകളി സംഗീതത്തിൻ്റെ വ്യക്തിത്വത്തെ നിർണ്ണയിക്കുന്നത്. സാഹിത്യത്തിന് ശേഷം അതിൻ്റെ വാക്ക്, അതിൻ്റെ ഉച്ചാരണം, അതിൻ്റെ താളകാലങ്ങൾ, സാഹിത്യം, താളം, അതിന് ശേഷം മാത്രമേ രാഗങ്ങളുടെ പ്രാധാന്യം കഥകളിപ്പാട്ടിൽ വരുന്നുള്ളൂ എന്ന ഒരു ചിന്തയിലാണ് ഞാൻ. കാരണം സാഹിത്യം കൊടുക്കുന്ന ഒരു ഐഡൻറ്റിറ്റിയാണ് കഥകളിപ്പാട്ടിൻ്റെ വ്യക്തിത്വമായി നിലകൊള്ളുന്നത്. അല്ലെങ്കിൽ ഇന്ന് കഥകളി സംഗീതം, നമ്മൾ അനുഭവിക്കുന്ന കഥകളി സംഗീതത്തിൽ കാണുന്ന മുഴുവൻ കർണാടക സംഗീതത്തിലെ രാഗങ്ങളാണ്. അതിനെ കഥകളിയുടെ സ്വഭാവത്തിനനുസരിച്ച് ചെത്തിയും മിനുക്കിയും രൂപപ്പെടുത്തിയെടുത്ത രീതിയിലാണ് നമ്മളിന്ന് കേൾക്കുന്നത്. പക്ഷേ ഇതിൻ്റെ സാഹിത്യം ഇതിനെ ഒരു ദേശീയായി, ഒരു ദേശീയ സംസ്കാരമായി പിടിച്ചു നിർത്തുന്നുണ്ട്. മറ്റതൊരു മാർഗമായി നിലകൊള്ളും. പക്ഷേ ഇതിൽ ഉച്ചരിക്കുന്ന ഒരു രീതി, വാക്ക് വയ്ക്കുന്ന, അക്ഷരം വയ്ക്കുന്നതിൻ്റെ ഒരു സ്വഭാവം, ഇതിലെ താളക്രമം, കാലക്രമം, ഇതെല്ലാം കഥകളി സംഗീതത്തിനെ ഇതര സംഗീതങ്ങളിൽ നിന്ന് വ്യതിരിക്തമാക്കുന്നുണ്ട്. അപ്പം അതിന് പ്രധാനമായി നിലകൊള്ളുന്നത് സാഹിത്യം തന്നെയാണ് എന്നൊരു പക്ഷമാണ് എനിക്കുള്ളത്. അത് എങ്ങനെയാണ് കഥകളി സാഹിത്യം നമ്മുടെ ഗായകർ ഈ കാലങ്ങളിലെല്ലാം കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് ആലോചിച്ചാൽ ഇത് നമുക്ക് മനസ്സിലാവും. ഓരോ ഗായകൻ്റെയും വ്യക്തിത്വം കഥകളി അരങ്ങിൽ തെളിഞ്ഞിട്ടുള്ളത് അവർ രാഗഭാവങ്ങളെ സൂക്ഷ്മമാക്കിയത് കൊണ്ട് മാത്രമല്ല, അതിനേക്കാൾ ഉപരി വാക്കുകളെ എങ്ങനെ അവർ പരിലാളിച്ചു എന്നതിലാണ്. അതിന് ഓരോ ഗായകരും ഓരോ ശൈലിയുണ്ട്, ഓരോ സമ്പ്രദായമുണ്ട്. ഇതിൽ നീലകണ്ഠൻ നമ്പീശനെ പോലുള്ള ഒരു ഗായകനെ എടുത്താൽ നമുക്ക് കാണാൻ കഴിയുന്ന, അദ്ദേഹം കോട്ടയം കഥകളായാലും സുഭദ്രാഹരണമായാലും ഉത്ഭവമായാലും നരകാസുരവധമായാലും നളയരുതമായാലും സന്താനോപാലും രുക്മാംഗദേവതം പോലെയുള്ള ജനപ്രിയ കഥകളായാലും ഇതിനെയൊക്കെ മിക്കവാറും സാമാന്യമായ രീതിയിലാണ് കൈകാര്യം. സാമാന്യം എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് അതിൽ കൊടുക്കേണ്ട രാഗഭാവവും അതിൽ ദീക്ഷിക്കേണ്ട താളകാലക്രമങ്ങളും ഒക്കെ ഇത് തമ്മിൽ ഒരു വ്യവച്ഛേദ രീതി ഉണ്ടാവാതെ, ഇത് തമ്മിൽ ഒരു വലിയ വ്യത്യാസം ഉണ്ടാവാതെ ഏതാണ്ട് ഒരേപോലത്തെ ഒരു പരിചരണമാണ് അദ്ദേഹം ഇതിലെ പദങ്ങൾക്കല്ല. അത് കോട്ടയം കഥകൾ പാടുമ്പോഴായാലും ശരി, നളയരുതം പാടുമ്പോഴായാലും സന്താനോപാലം പാടുമ്പോഴായാലും ഇതിന് ഞാൻ പ്രത്യേക രീതിയിൽ ഇതിനെ കാണുന്നു. അല്ലെങ്കിൽ സന്താനഗോപാലത്തിന് പ്രത്യേക രീതിയിലാണ് ഞാൻ പാടാൻ പോകുന്നത്, കല്യാണ സൗന്ദര്യത്തിന് മറ്റൊരു രീതിയിൽ പാടാൻ പോകുന്നു എന്നൊരു തരത്തിലുള്ള വിഭജനം സാക്ഷാൽ നീലകണ്ഠൻ നമ്പീശൻ സ്വീകരിച്ചില്ല. അദ്ദേഹം അതിനെ എല്ലാത്തിനും ഒരു സമഭാവനയോടുകൂടിയാണ് കണ്ടത്. പക്ഷേ പിൽക്കാലം നമ്മൾ കാണുന്നത്, പിൽക്കാലത്ത് വന്ന അദ്ദേഹത്തിൻ്റെ ശിഷ്യപ്രശിഷ്യർ
സമാന്തരമായി വന്ന മറ്റ് ഗായകരൊക്കെ ചില കഥകളെ, വിശേഷിച്ച് ജനപ്രിയമാർന്ന കഥകളെ സവിശേഷമായ രീതിയിൽ അവർ അനുഭവിപ്പിക്കാനുള്ള ഒരു ബോധപൂർവമായ ശ്രമം നടത്തുന്നത് കാണാം. അതുകൊണ്ട് കോട്ടയം കഥകൾ പാടിക്കേൾക്കുമ്പോഴുണ്ടാവുന്ന അനുഭവത്തെക്കാൾ സാമാന്യ ജനതയ്ക്ക് കൂടുതൽ അനുഭവം കിട്ടുക നളയരതം തൊട്ടുള്ള കഥകളികൾ, ആട്ടക്കഥകൾ പാടിക്കേൾക്കുമ്പോഴാണ്. സന്താനവുമായാലും രുക്മാംഗതീർത്ഥമായാലും കുചേലവൃത്തമായാലും ഗീജകവധം തമ്പിയുടെ കഥകളായാലും ഇതൊക്കെ പാടുമ്പോൾ കിട്ടുന്ന അനുഭവം, ആ അനുഭവത്തിൻ്റെ അതേ തീക്ഷ്ണത കോട്ടയം കഥകൾ പാടുമ്പോൾ കിട്ടുന്നില്ല. അതിന് രണ്ട് കാരണങ്ങളുണ്ട്. ഒന്ന്, കോട്ടയത്തമ്പുരാൻ്റെ കഥകൾ എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം, ഒരു നിലയ്ക്കും പാട്ടുകാരന് വേഷക്കാരനെ മറികടക്കാനാവില്ല. വേഷക്കാരനെ വെല്ലുന്ന വിധത്തിൽ നിങ്ങൾ അതിൽ എന്തൊക്കെ അഭ്യാസം കാണിച്ചാലും, എന്തൊക്കെ നിങ്ങളുടെ സർഗസിദ്ധികളെ ഉപയോഗിച്ചാലും കോട്ടയം കഥകളെ വേഷക്കാരനെ മറികടന്ന് പാടാൻ നിങ്ങൾക്കാവില്ല. കാരണം അത് അത്രമാത്രം സുശക്തമായിട്ടാണ് അതിൻ്റെ ഘടന. അതിൻ്റെ അഭിനയത്തെയും അതിൻ്റെ മേളത്തെയും അതിൻ്റെ സംഗീതത്തെയും പരസ്പരം സമ്മേളിപ്പിച്ചതിൻ്റെ ദാർഢ്യം, അതിൻ്റെ ദൃഢത മറ്റ് കഥകൾ ഉണ്ടായവരുടെ നളയരതം പോലുള്ള വിശ്രാദ്ധമായ കഥകൾക്കില്ല. അവിടെ കുറെ കൂടി ഒരു അയഞ്ഞൊരു ഘടനയുണ്ട്. ആ ഘടനയാണ് ഈ ഗായകർക്ക് കൂടുതൽ സ്വാതന്ത്ര്യം കൊടുക്കുന്നത്. അങ്ങനെ ഒരു സ്വാതന്ത്ര്യം കോട്ടയം കഥകളിൽ നമുക്ക് കാണാൻ പറ്റില്ല, സുഭദ്രാരണത്തിൽ കാണാൻ പറ്റില്ല, ഈവൻ നരകാസുരത്തിൽ കാണാൻ പറ്റില്ല. ഇനി കോട്ടയം കഥകളിൽ നിങ്ങൾക്ക് അങ്ങനെ ഒന്ന് കാണണമെന്നുണ്ടെങ്കിൽ വളരെ ശ്രദ്ധിച്ചാൽ, വളരെ സൂക്ഷിച്ച് നോക്കിയാൽ കാണാവുന്നത് കൃമിരവത്തിൽ ലളിതയുടെ ഭാഗത്താണ്. അവിടെയാണ് പാട്ടുകാർ കുറച്ചുകൂടി ഒന്ന് ബലസുക. ചിലപ്പോൾ വേഷക്കാരെ വെല്ലുവിളിക്കാം എന്ന നിലയിലേക്ക് പാട്ടിനെ മാറ്റിയെടുക്കാൻ അവർക്ക് സാധിക്കുന്ന കോട്ടയം കഥകളിലെ ഒരേ ഒരു രംഗം ലളിതയുടെ ഭാഗം. മറ്റുള്ളതിലെല്ലാം വേഷക്കാരനെ സഹായിക്കുക എന്ന നിലയ്ക്ക്, അഭിനയത്തെ പോഷിപ്പിക്കുക എന്ന നിലയ്ക്ക്, വേഷക്കാരൻ നിർവഹിക്കേണ്ട വാചികത്തെ ശക്തമായി നിർവഹിക്കുക എന്ന നിലയ്ക്കല്ലാതെ ഒരു തരത്തിലും ഏതെങ്കിലും അതിലെ ഒരു ഭാവം വേഷക്കാരൻ അപ്പുറത്തേക്ക് ആക്കി മാറ്റാനുള്ള ഒരു സാധ്യത കോട്ടയം കഥകൾ കൊടുക്കുന്നില്ല. വേഷക്കാരനേക്കാൾ അധികമാണ് ഞാൻ എന്ന് നളയരത്തിലൂടെ ഒരു ഗായകന് സ്ഥാപിക്കാനാവും. സന്താനഗോപാലത്തിലൂടെ പറ്റിയേക്കാം, രുക്മാംഗതീരത്തിലൂടെ പറ്റും, കുചേലവൃത്തത്തിലൂടെ സാധിക്കും. പക്ഷെ ഒരിക്കലും കല്ലുപിടിച്ചിട്ടയുടെ സുഭദ്രമായ വ്യാകരണം കൊണ്ട് സൗന്ദര്യ സമ്പന്നമാക്കിയ കോട്ടയം കഥകളെ ആ കഥകളുടെ ചട്ടക്കൂടിൽ നിന്നുകൊണ്ട് ആ പാട്ടിൻ്റെ ഘടനയെ ഏതെങ്കിലും തരത്തിൽ ഭേദപ്പെടുത്തി അതിൽ ഏറ്റവും അധികം സൂക്ഷ്മമായി സംഗീതത്തെ കഥകളിയിൽ വിന്യസിച്ച കലാമണ്ഡലം ഗംഗാധരാശാന അടക്കം ഉള്ളവർക്ക് അതിന് മേലേക്ക് പോവാൻ, ആ വേഷക്കാരുടെ മുകളിലേക്ക് കവിഞ്ഞു പോവാൻ സാധിക്കാത്തവണ്ണം സുഭദ്രമാണ് അതിൻ്റെ ദൃശ്യവ്യാകരണം എന്ന ഒരു വസ്തുത നിങ്ങൾ പലരും ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ചിലർക്ക് അംഗീകരിക്കാൻ കഴിയില്ല, പക്ഷെ ഇത് എൻ്റെ ഒരു നിരീക്ഷണമാണ്. അതിൽ തർക്കം ഉണ്ടെങ്കിൽ അത് തർക്കിക്കാനൊരു വേദി ഉണ്ടാക്കാം. തർക്കം നമുക്ക് എത്ര കാലം വേണമെങ്കിൽ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. പക്ഷേ ഇത് നമ്മളെ അറിയിക്കുന്ന ഒരു വസ്തുത എന്നത് കാലം വിളംബകാലത്തിലായിരിക്കുമ്പോൾ വിളംബകാലത്തിൽ പാടുന്ന പദങ്ങളിൽ കൂടി ഉണ്ടാക്കാവുന്ന അനുഭവത്തിന് ഒരു കണക്കുണ്ട്. അത് എത്രയധികം നിങ്ങളിപ്പോൾ ഒരു ആർദ്രതയാണ് അതിൻ്റെ ഒരു അടിസ്ഥാന ഭാവം, ശോകമാണ് അടിസ്ഥാന ഭാവമെങ്കിൽ അത് പതിഞ്ഞ കാലത്തിലാണെങ്കിൽ ആ ശോകത്തിനെ പരമാവധിയാക്കാൻ നളയരത്തിൽ കഴിയുന്നത് പോലെ കോട്ടയം കഥകളിൽ പറ്റില്ല.
പക്ഷേ നളയരുതത്തിൽ അങ്ങനെയുള്ളൊരു സാധ്യതയുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നളയരുതം പോലെ മറ്റ് ജനപ്രിയ കഥകളിൽ അങ്ങനെയുള്ള സാധ്യതകളുണ്ടെങ്കിൽ ആ സാധ്യതകളെ പരമാവധി പ്രയോജനപ്പെടുത്തുക എന്ന ഏതൊരു ഗായകനും മോഹിക്കുന്ന ഒരു തന്ത്രമാണ്. അത് തന്ത്രം എന്നുള്ള ഞാൻ മോശമായൊരു തരത്തിൽ പ്രയോഗിക്കല്ല, അതായിരുന്നു കലാമണ്ഡലം ശങ്കരൻ ഭ്രാന്തി ദീക്ഷിച്ചത്. അദ്ദേഹം ആദ്യം ചെയ്തത് അങ്ങനെയാണ്. കോട്ടയത്തമ്പുരാൻ്റെ ഈ കഥകളുണ്ട്, ഉണ്ണായിവാരുടെ നളയരുതം തൊട്ടുള്ള മറ്റ് ജനപ്രിയ കഥകളുണ്ട്. അദ്ദേഹം അവിടെ ഒരു ധ്രുവീകരണം നടത്തി. എന്നിട്ട് നളയരുതം അടക്കമുള്ള കഥകളെ മുഴുവനും തൻ്റേതായ രീതിയിൽ, സവിശേഷമായ രീതിയിൽ പരിലാളിക്കാൻ തുടങ്ങി. അതോടുകൂടി അങ്ങനെയുള്ള കഥകൾ അരങ്ങിൽ വരുമ്പോൾ ഗായകന് ഇതിനു ഉണ്ടായിരുന്നതിനേക്കാൾ അഭൂതപൂർവമായ ഒരു പ്രാധാന്യം അരങ്ങിൽ കൈവന്നു. ഒരിക്കലും ദൃശ്യത്തിനെ ശ്രവ്യത്തിൽ നിന്ന് വേർപെടുത്താനോ അതിനെ വിഘടിപ്പിച്ച് താൻ വലിയൊരാളാവണമെന്ന് കരുതിയിട്ടല്ല. ഇതൊക്കെ നിലനിൽപ്പിൻ്റെ ഒരു ഭാഗമായിട്ടും കൂടിയാണ്. ഗായകൻ എന്ന നിലയിൽ തൻ്റെ വ്യക്തിത്വം സ്ഥാപിച്ചെടുക്കുന്നതിന് ഈ കഥകൾ ഉപകരിക്കും എന്നത് കണ്ടെത്തുക മാത്രമല്ല, അതിൻ്റെ വിശ്രദ്ധമായ ഘടനയെ സ്വാംശീകരിച്ചുകൊണ്ട് രാഗങ്ങളിൽ തന്നെ, നിലവിലുള്ള രാഗങ്ങളിൽ തന്നെ ഉച്ചാരണത്തിലൂടെ, ഗമകങ്ങളിലൂടെ വൈവിധ്യങ്ങൾ നൽകിക്കൊണ്ട്, ചിലപ്പോൾ അതുവരെ ഉപയോഗത്തിലില്ലായിരുന്ന ചില രാഗങ്ങളെ ചേർത്തുകൊണ്ട് ഇത്തരം കഥകളെ കഥകളിയുടെ ജനകീയ മുഖമാക്കി പ്രതിഷ്ഠിക്കുന്നതിൽ ഒരുപക്ഷെ അന്ന് ഏറ്റവും തിളങ്ങി നിന്ന വേഷക്കാരെക്കാൾ അധികം ഒരു പ്രാധാന്യം ശങ്കരൻ ഭ്രാന്തി കൊണ്ടുവന്നിട്ടുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. ഉണ്ണികൃഷ്ണക്കുറുപ്പൊക്കെ വരുമ്പോഴുള്ള ഒരു സ്ഥിതിവിശേഷം, അദ്ദേഹം ദീർഘകാലം ഇവിടെ ഉണ്ടായിരുന്നില്ല. അദ്ദേഹം പ്രവാസിയായിരുന്ന കാലത്തും ഇവിടെ വന്ന് പാടുന്നുണ്ട്. ആ പാടുന്ന കാലത്ത് ഞാൻ 1974-76 കാലഘട്ടത്തിൽ ഞാൻ അദ്ദേഹത്തെ ആദ്യമായി കേൾക്കുന്നു. അന്ന് പിന്നീട് നമ്മൾ കണ്ട ഉണ്ണികൃഷ്ണക്കുറുപ്പിൻ്റെ പാട്ടൊന്നുമല്ല. അദ്ദേഹം വളരെ സാമ്പ്രദായികമായ രീതിയിലാണ് അന്ന് പാടിയിരുന്നത്. നീലകണ്ഠൻ നമ്പീശൻ്റെ പാട്ട് കേൾക്കുന്നതിൻ്റെ ഒരു പ്രത്യഭിജ്ഞ, അത് ഞാൻ എവിടെയോ കേട്ടിട്ടുണ്ടല്ലോ എന്ന് തോന്നിക്കത്തക്കവണ്ണമുള്ളൊരു പാട്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ. വളരെ സൗമ്യനായി, വളരെ നിശ്ചേഷ്ടനായി അദ്ദേഹം ഇരുന്ന് ഒരു കഥകളിപ്പദ കച്ചേരി കലാനിധി ഉണ്ണികൃഷ്ണനോടൊപ്പം നടത്തുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. വളരെ അന്ന് അദ്ദേഹം വിശേഷിച്ചും പാടിയത് കുചേലവൃത്തത്തിലെ പദങ്ങളൊക്കെയാണ്. രാഗങ്ങളൊക്കെ ഇങ്ങനെ രാഗമാലിയായിട്ടൊക്കെ പാടുന്നുണ്ടെങ്കിലും പ്രത്യേക രീതിയിൽ ഏതെങ്കിലും ഒരു അനുഭവം ഓരോ ചരണത്തിലൂടെ കൊടുക്കണമെന്നോ അല്ലെങ്കിൽ അനുപല്ലവി കൊടുക്കണമെന്നോ അങ്ങനെ ഒന്നും വിചാരിച്ചിട്ടില്ല. അദ്ദേഹം അതിൻ്റെ ഒരു പൊതുവായ രീതിയിൽ പാടുകയാണ് ചെയ്തത്. മറ്റൊരർത്ഥത്തിൽ നീലകണ്ഠൻ നമ്പീശൻ എന്താണോ അരങ്ങിൽ പാടി സുശക്തമാക്കിയത് അതിൻ്റെ തന്നെ ശക്തമായ ഒരു അനുകരണമായിട്ടാണ് ആ കാലയളവിൽ ഞാൻ ഉണ്ണികൃഷ്ണക്കുറുപ്പിനെ കേട്ടത്. പക്ഷെ പിൽക്കാലം 1980-കളിൽ അദ്ദേഹം തൻ്റെ പ്രവാസം അവസാനിപ്പിച്ച് കേരളത്തിലേക്ക് മടങ്ങിയെത്തിയതിനു ശേഷം ശങ്കരൻ ഭ്രാന്തിയുടെ സംഗീതം കേട്ട് അതിൻ്റെ മാധുര്യമെല്ലാം നുകർന്ന് ചെടിച്ചിരുന്ന ആസ്വാദകർ, വ്യത്യസ്തമായി എന്തെങ്കിലും കേൾക്കണം എന്ന് മോഹിച്ചിരുന്നവർ, അവരുടെ മുന്നിൽ ഒരു വലിയ അപ്രതീക്ഷിതമായ ഒരു വിഭവവുമായിട്ടാണ് ഉണ്ണികൃഷ്ണക്കുറുപ്പ് കടന്നു വരുന്നത്. അദ്ദേഹത്തിന് അതിനുള്ള എല്ലാ സാഹചര്യങ്ങളും കിട്ടി. ഒന്ന്, വള്ളവനാട്ടിൽ നിന്നുള്ള വലിയ പിൻബലമുണ്ടായി. പിന്നെ ഇത് അദ്ദേഹത്തിൻ്റെ ഒരു ബൊഹീമിയൻ ജീവിതം, അത് ഇവിടുത്തെ ആധുനികതയെ വളരെയധികം പരിഗ്രഹിക്കാൻ മോഹിച്ച് നടന്ന ആളുകളെയൊക്കെ ഭ്രമിപ്പിച്ചു. അപ്പോൾ അദ്ദേഹത്തിന് എംബ്രാന്തിനെ പോലെ ഏറ്റവും തേച്ചുമിനുക്കി വൃത്തിയായി ഒരു എലിറ്റ് ഓഡിയൻസിനെ, അതായത് വളരെയധികം പരിഷ്കൃതമായ ഒരു നാഗരിക സമൂഹത്തിൽപ്പെട്ട ആസ്വാദകരെ സംബോധന ചെയ്തിരുന്ന എംബ്രാന്തിയുടെ സംഗീതത്തിൽ നിന്നും വ്യതിരിക്തമായി ഒരു പ്രാക്തന സംഗീതത്തിൻ്റെ ഒരുപാട് വിശേഷങ്ങൾ, ദേശീയ സംഗീതത്തിൻ്റെ പല ഭാവങ്ങൾ സ്വാംശീകരിച്ചുകൊണ്ട് വളരെ എത്തനിക്കായിട്ടുള്ള, വളരെ ഗ്രാമീണം എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു ഉച്ചാരണം ഈ കഥകളിയുടെ സാഹിത്യത്തിലേക്ക് കൊണ്ടുവന്ന, ഏത് നിലയ്ക്കും ശാരീരം മന്ത്രമധ്യതാരങ്ങളിൽ സഞ്ചരിക്കുന്ന ശാരീരമുള്ള ഉണ്ണികൃഷ്ണക്കുറുപ്പിൻ്റെ അപ്രതീക്ഷിതത്വം എന്നത് അദ്ദേഹം ഏത് കാലത്തും കൊണ്ടു നടന്ന
ഒരു ഗായകൻ എന്ന നിലയിൽ പ്രതീക്ഷിക്കാത്തതാണ് അദ്ദേഹം എപ്പോഴും പാടുക. ഒന്നും അദ്ദേഹം നേരത്തെ മുൻകൂട്ടി പ്ലാൻ ചെയ്ത് വെക്കുന്നില്ല. എമ്പ്രാന്തിരിയെ പോലെ എമ്പ്രാന്തിരി എല്ലാം പ്ലാൻ ചെയ്തതാണ്. അദ്ദേഹത്തിന് അറിയാം എന്താണ് ഇനി നാളെ പാടേണ്ടത്, മറ്റന്നാൾ എന്താണ് പാടേണ്ടത്. ഒരു പുതിയ രാഗത്തിൽ, അതുവരെ കേൾക്കാത്ത ഒരു രാഗത്തിലാണ് ഒരു പദം പാടേണ്ടത്. നിങ്ങൾ നന്നായി ചിട്ടപ്പെടുത്തി വൃത്തിയാക്കി വെടുപ്പാക്കിയിട്ട് അദ്ദേഹം വരും. ഉണ്ണികൃഷ്ണക്കുറുപ്പിനെ സംബന്ധിച്ച് അങ്ങനെയൊന്നുമില്ല. അദ്ദേഹത്തിന് എന്താണ് വരുന്നതെന്ന് വെച്ചാൽ അദ്ദേഹം പാടും. അതൊരു വാസനപ്പാട്ടാണ്. അത് സുശിക്ഷിതമായൊരു സംഗീതം എന്ന നിലയിൽ എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ വാസന, അദ്ദേഹത്തിൻ്റെ കഥകളി അരങ്ങുമായുള്ള ആ ശരീരത്തിൻ്റെ ഒരു ബന്ധം, അദ്ദേഹം പാടുമ്പോൾ ഏത് പദം പാടിയാലും അത് കഥകളിക്ക് യോജിക്കുന്ന വിധമാവുക. പിന്നെ അതിൻ്റെ ഒരു മേളക്കെട്ട്, താളം പിടിച്ച് അസ്രായിട്ട് താളം പിടിച്ചു കൊടുത്ത് അദ്ദേഹം പാടുന്ന വേഷക്കാർക്ക് എല്ലാവർക്കും ഒരുപോലെ സമ്മതനായിരുന്നു ഏത് കാലത്തും ഉണ്ണികൃഷ്ണക്കുറുപ്പ്. അതിന് കാരണം അദ്ദേഹം താളം പിടിച്ചു കൊടുക്കും. അദ്ദേഹം ആവർത്തിക്കുക എന്നുള്ളത്, ആവശ്യത്തിൽ കവിഞ്ഞ് ആവർത്തിക്കുക എന്നുള്ളൊരു സ്വഭാവമില്ല. അദ്ദേഹം ഒരു തരത്തിലുള്ള ഇഫക്റ്റും സദസ്സിലുണ്ടാക്കാനായിട്ട് ശ്രമിച്ചിരുന്നില്ല. പിന്നീടൊക്കെ അത് കുറേശ്ശെ മാറുന്നുണ്ട്. ഈ ആരാധകരുടെ എണ്ണം കൂടുമ്പോൾ ഈ കഥകളി കാണുന്നവർ കഥകളി കേൾക്കുന്നവരായി മാറുന്ന ഒരു സാഹചര്യം കഥകളിയിൽ ഉണ്ടാവുന്നതോടെ ഇതിനൊക്കെ ചില വിഘ്നം സംഭവിക്കുന്നുണ്ട്, ഭഗ്നത ഉണ്ടാവുന്നുണ്ട്. പക്ഷേ അതിനു മുമ്പ് വരെ ഒരു 80 മുതൽ 85, 86 വരെയൊക്കെ ഞാൻ കേൾക്കുന്ന ആ കാലയളവിലൊക്കെ അദ്ദേഹം വളരെ നിസ്സംഗനായിട്ട് നിന്ന് പാടുന്നു. ഏത് പദം പാടിയാലും അതിൻ്റെ ഭാവം അതിൽ സന്നിവേശിക്കപ്പെടുന്നു. അതിന് അതിൻ്റേതായ ഒരു അനുഭവ ലോകം സൃഷ്ടിക്കാനായിട്ട് കഴിയുന്നു. അതിന് വളരെ ഇമ്പമുള്ളൊരു ശബ്ദമാണോ എന്ന് നിങ്ങൾ ചോദിച്ചാൽ അല്ല എന്ന് ഞാൻ പറയും. പക്ഷെ വശ്യതയുണ്ട്, നിതാന്തമായൊരു വശ്യത ആ ശരീരത്തിലുണ്ടായിരുന്നു. നമ്മുടെ മലയാളത്തിൻ്റെ അഗാധമായൊരു ഗന്ധം അദ്ദേഹത്തിൻ്റെ ആലാപന ശൈലിയിൽ നിറഞ്ഞു നിന്നിരുന്നു. അതൊക്കെ കൊണ്ടാവണം അദ്ദേഹം അതിവേഗം കേരളം മുഴുവൻ പ്രശസ്തനായി തീർന്നത്. കഥകളി സംഗീതത്തിന് അതിൻ്റെ ആധുനികതയിൽ ഒരു നാഴികക്കല്ലായി മാറിയത് കലാമണ്ഡലം ശങ്കരൻ എമ്പ്രാന്തിരിയാണെങ്കിലും ആ വിളവെടുപ്പ് ഏറ്റവും അധികം നടത്തിയത് ഉണ്ണികൃഷ്ണക്കുറുപ്പാണ്. എന്തുകൊണ്ട് കലാമണ്ഡലം ഗംഗാധരന് അത് സാധിച്ചില്ല എന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിന് പല പരിമിതികളുണ്ടാകും. ഒന്നാമത് കലാമണ്ഡലത്തിലെ ഔദ്യോഗിക ജീവിതം, കലാമണ്ഡലം കളികൾക്കാണ് കൂടുതൽ പങ്കെടുക്കേണ്ടി വരിക. പിന്നെ നീലകണ്ഠൻ നമ്പീശനുണ്ട്, അദ്ദേഹത്തിൻ്റെ ഒരു നിയന്ത്രണമുണ്ട്. അപ്പം അദ്ദേഹത്തിന് എല്ലായിടത്തും അദ്ദേഹം തോന്നുന്ന പോലെ ഒന്നും പാടാൻ പറ്റില്ല. അദ്ദേഹത്തിന് പല സിദ്ധികളുണ്ട്, പലതരത്തിൽ പല രാഗങ്ങളെയും ഇവരൊക്കെ ഉപയോഗിക്കുന്നതിനേക്കാൾ വ്യത്യസ്തമായി സൂക്ഷ്മമായി ഭാവോജ്വലമായി ഉപയോഗിക്കാൻ കഴിയും. പക്ഷെ അത് തെക്കൻ നാടുകളിലെ ചില അരങ്ങളിൽ മാത്രമേ അദ്ദേഹത്തിന് പ്രയോഗിക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ, കലാമണ്ഡലത്തെ പറ്റിയിട്ടില്ല. കാരണം ഒരുപാട് പരിമിതികൾക്കുള്ളിലാണ് ഒരു കഥകളി സംഗീതാചാര്യൻ എന്ന നിലയിൽ ഗംഗാരാശൻ നിലകൊണ്ടത്. അദ്ദേഹത്തിന് കുട്ടികളെ പഠിപ്പിക്കണം, അവരോട് ഉത്തരവാദിത്തമുണ്ട്. പിന്നെ അരങ്ങിൽ പോയാൽ അവിടെ ഉത്തരവാദിത്തമുണ്ട്. അവിടെ നീലകണ്ഠൻ നമ്പീശൻ്റെ ദൃശ്യവും അദൃശ്യവുമായ സാന്നിധ്യമുണ്ട്. ഇതൊക്കെ നോക്കി ഇതിലൊക്കെ നിന്ന് വളരെ കൃത്യമായി കല്ലുവഴിച്ചിട്ടയിൽ ഒതുങ്ങി നിന്ന ഒരു ഗായകനാണ് ഗംഗാരാശാൻ. അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള സംഗീതം ഇതിനെല്ലാം ഉല്ലംഘിച്ചു പോകുന്നതായിരുന്നു. ഒരുപക്ഷെ എമ്പ്രാന്തിരിയൊക്കെ ആഭോഗിയിൽ പാടുന്ന ആ പദം അവൾ ഏതൊരു കാമിനി എന്നുള്ളത്, അതിനൊക്കെ എത്രയോ മുമ്പ് ഈ ഗംഗാരാശൻ അത് രാഗം മാറ്റി പാടിയിട്ടുണ്ട്. അവളേതൊരു കാമിനി ഹേ ബാഹുഗാദവയാദൃതിജവനി ഹേ ബാഹുഗ അവളേതൊരു കാമിനി എന്ന് പറയുന്നത്. പക്ഷെ ആരും ശ്രദ്ധിച്ചില്ല ആ കാലത്ത്. ഒരുപാട് ആളുകൾ കേട്ടിട്ടുണ്ട്, പക്ഷെ ആരും അത് ശ്രദ്ധിച്ചില്ല. കാരണം അദ്ദേഹം അത് ഒരു പാക്കേജ് ചെയ്തില്ല. ഇത് പാക്കേജ് ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനമായിട്ട് സംഗതി. ഒരു ഫീഡ്ബാക്ക് വേണം. നിങ്ങളെ കേൾക്കുന്ന ആളുകളിൽ നിന്ന് നിങ്ങൾ അഭിപ്രായങ്ങൾ സ്വീകരിക്കണം. നിങ്ങൾ അവരുടെ മുമ്പിൽ ഒരു തരത്തിലുള്ള സമ്മതി നേടണം. ഇത് സാധ്യമാക്കിയത് ശങ്കരൻ എമ്പ്രാന്തിരിയാണ്. അതിനുശേഷം എല്ലാവരും അത് ചെയ്തു. ഹൈദരലി ചെയ്തു, ഹരിദാസൻ ചെയ്തു. ഇവരൊക്കെ ചെയ്തത് അവരൊക്കെ ജനങ്ങളിൽ നിന്ന് കിട്ടുന്ന
അവരുടെ ഫീഡ്ബാക്കിനെ പരമാവധി ഉപയോഗിച്ചുകൊണ്ട് തങ്ങൾക്ക് കഴിയുന്ന വിധത്തിൽ തങ്ങളുടെ സിദ്ധി സാധനങ്ങളെ ജനങ്ങളിൽ എത്തിക്കുക എന്നൊരു കർമ്മം. മറ്റപ്പോൾ ഗംഗാരാശനൊക്കെ എന്നാൽ പാടിയിട്ട് പോവുള്ളൂ. നിങ്ങൾ കേട്ടാലും കേട്ടില്ലെങ്കിലും ഒക്കെ നിങ്ങളുടെ ഉത്തരവാദിത്വം. അതിനെക്കുറിച്ച് ചിന്തിക്കില്ല, അതിനി എങ്ങനെ വേണമെന്ന് ആരോടും ചോദിക്കില്ല. അതിനൊന്നും ഒന്നാമത് അവർക്ക് സമയമില്ല, വേറെ പല പല കാര്യങ്ങളുണ്ട്. പക്ഷെ ഇവരൊക്കെ അതല്ല. ഇവർക്കൊക്കെ ഈ ആളുകളുടെ ഇടയിൽ, ആസ്വാദകരുടെ ഇടയിൽ സജീവമായി നിൽക്കുക എന്ന ഒരു മനോഭാവം, ആ മനോഭാവത്തിന് വിത്ത് പാകിയത് ശങ്കരനമ്പ്രാന്തിരിയാണ്. പിൽക്കാലം എല്ലാവരും ഒരളവ് വരെ നിസ്സംഗനായിരുന്ന പരിഭ്രാജകനെ പോലെ ജീവിച്ച ഉണ്ണികൃഷ്ണക്കുറുപ്പ് പോലും, അദ്ദേഹം പോലും ഈ സദസ്സിൻ്റെ ഒരു പ്രതികരണം സ്വീകരിക്കുകയും അതനുസരിച്ച് പലപ്പോഴും രാഗങ്ങൾ മാറ്റുകയും ചില രാഗമാറ്റങ്ങൾ അസ്വീകാര്യമായി തീരുകയും അരങ്ങിന് യോജിക്കാത്തതായി തീരുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ സംഭവിക്കും, ഇല്ല എന്നല്ല. പക്ഷെ എങ്കിൽ പോലും നമുക്ക് കാണാനാവുന്നത് ഈ വ്യക്തികളൊക്കെ, ഇപ്പോൾ നമ്പീശാശാനൊക്കെ പാടുമ്പോൾ അദ്ദേഹം നളയരുതം പാടുമ്പോൾ കുവലയവിലോചന പാടുകയാണെങ്കിലും ജനകഥവദർശന പാടുകയാണെങ്കിലും ഒക്കെ ഇതിലൊന്നും കാര്യമായൊരു ഭിന്നത നമുക്ക് കാണാൻ പറ്റില്ല. ഭാവത്തിൻ്റെ, കഥാപാത്രത്തിന് അനുസരിച്ച്, കഥാസന്ദർഭത്തിനനുസരിച്ചൊരു ഭാവ വ്യതിയാനം ഉണ്ടാവുമെങ്കിലും ഓരോ പദത്തെയും പ്രത്യേകമായ രീതിയിലെടുത്ത് പരിലാളനം ചെയ്യുക എന്നൊരവസ്ഥ ഒരു കാലത്തും നമ്പീശാശാൻ സ്വീകരിച്ചിട്ടില്ല. കാരണം ആ കാലം അദ്ദേഹത്തിനോട് അത് ആവശ്യപ്പെട്ടില്ല. പിൽക്കാലം എല്ലാ ഗായകരും ഇത് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാവുന്ന ഒരു സംഗതി, ക്ലാസിസിസം എന്നത് ഏത് കാലത്തായാലും ഒരു കല അവതരിപ്പിക്കുമ്പോൾ, അത് കഥകളി എന്ന വേഷത്തിൻ്റെ രൂപത്തിലാവട്ടെ, അല്ലെങ്കിൽ സംഗീതത്തിൻ്റെ രൂപത്തിലാവട്ടെ, മേളത്തിൻ്റെ രൂപത്തിലാവട്ടെ, സംഗീതമായി അവതരിപ്പിക്കുമ്പോൾ അതിൽ ഏത് കാലത്തും നിലകൊള്ളുന്ന ഒരു പ്രമാണ ഘടനയുണ്ട്. അതിന് പൊതുവായ പ്രമാണങ്ങളുണ്ട്. ഈ പൊതുവായ പ്രമാണങ്ങളിൽ ഏതെങ്കിലും ചിലതിനെ ഉല്ലംഘിച്ചാൽ അതിൻ്റെ ക്ലാസിസിസത്തിന് ഭംഗം വരും, അതിൻ്റെ ശാസ്ത്രീയത എന്ന സ്വഭാവത്തിന് ഭംഗം വരും. അത് ഭംഗം വരാതെ അഭംഗുരം നിലനിർത്തുക എന്നൊരു കർത്തവ്യമാണ് നമ്പീശാശാൻ നിർവഹിച്ചത്. അതുകൊണ്ട് നിങ്ങൾക്ക് ശ്രദ്ധിച്ചിട്ടുണ്ടാവും, നമ്പീശാശാൻ്റെ കൂടെ ആർക്കും ശങ്കടി പാടാം. ആര് ശങ്കടി പാടിയാലും മോശമാവില്ല. രാമവാര്യർ പാടും, ഗംഗാരാശൻ പാടിയിട്ടുണ്ട്, മാളമ്പി പാടിയിട്ടുണ്ട്, എമ്പ്രാന്തിരി പാടിയിട്ടുണ്ട്, ഹൈദരലി പാടിയിട്ടുണ്ട്, കലാന്തരി ഉണ്ണികൃഷ്ണൻ പാടിയിട്ടുണ്ട്, നിങ്ങൾ കോട്ടയ്ക്ക് നാരായണൻ പാടിയിട്ടുണ്ട്. ആര് പാടിയാലും യോജിക്കും. കാരണം അത് ഒരു പ്രമാണ സംഹിതയിൽ അടിയുറച്ച് നിൽക്കുന്നതാണ് അദ്ദേഹത്തിൻ്റെ സംഗീതം. അതുകൊണ്ട് ആ ബാണിയിൽ പഠിച്ചു വന്ന ആർക്കും അദ്ദേഹത്തോടൊപ്പം പാടാൻ പറ്റും. പക്ഷേ പിൽക്കാല ഗായകരിലൂടെ, പിൽക്കാലത്തുള്ള എല്ലാ ഗായകരും, അവരുടെ കൂടെ പാടുന്നവർ അവരോടൊപ്പം എത്തിയില്ലെങ്കിൽ നമ്മൾ അവരെ വേർതിരിച്ചറിയും. പൊന്നാനി വേറെയാണല്ലോ, ശങ്കടി വേറെയാണല്ലോ എന്ന് മനസ്സിലാവും. നമ്പീശാശാൻ്റെ കൂടെ പാടുമ്പോൾ അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാവില്ല. കാരണം പലപ്പോഴും ആളുകൾ പറയും ഞങ്ങൾ കൂടുതൽ ഇതിനെ ക്ലാസിക്കലാക്കുകയാണ് ചെയ്യണമെന്ന് പറയും. ശരിക്കും അതല്ല. അതിൻ്റെ ക്ലാസിസിസം, അതിൻ്റെ ശാസ്ത്രീയ സ്വഭാവം എന്നതിൽ നിന്ന് പിൽക്കാല ഗായകർ ഓരോന്നോരോന്നായിട്ട് വേർപെട്ടു പോവുകയാണ്. അവർ കൂടുതൽ ആധുനികരാവുകയാണ്. അവരുടെ ഗായകൻ എന്ന അവരുടെ വ്യക്തിത്വം കൂടുതൽ കഥകളി സംഗീതത്തിൻ്റെ പൊതുപ്രമാണങ്ങളെ മറികടന്നുകൊണ്ട് മുന്നോട്ട് വരിക. അങ്ങനെ വരുമ്പോൾ അവരോടൊപ്പം ശങ്കടി പാടണമെങ്കിൽ അവരോടൊപ്പം നിൽക്കാൻ പ്രാപ്തിയുള്ളവർക്കേ സാധിക്കും. ഇല്ലാത്തവർക്ക് അവരോടൊപ്പം ശങ്കടി പാടി നിൽക്കാൻ പറ്റില്ല. ആ ഒരു സ്ഥിതിവിശേഷം വ്യാപകമായി കാണുന്നത് നീലകണ്ഠൻ നമ്പീശൻ്റെ സംഗീത സംസ്കാരത്തിൻ്റെ പിന്മുറക്കാരിലാണ്. ഒരു പല ഗായകരെ നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ നമുക്കിത് ബോധ്യമാവും. ഞാനീ പറഞ്ഞതിനർത്ഥം നീലകണ്ഠൻ നമ്പീശനിലൂടെ സുസ്ഥാപിതമായ കഥകളി സംഗീതത്തിൻ്റെ കലാമണ്ഡലം ബാണി എന്നത് അത് സാർവകാലിക പ്രാധാന്യമുള്ളതാണ് എന്ന നിലയ്ക്കല്ല. അദ്ദേഹത്തിൻ്റെ സംഗീതത്തിന് അതിൻ്റേതായ പരിമിതികളുണ്ട്. ചില പദങ്ങളൊക്കെ അദ്ദേഹം പാടുന്നത് കേൾക്കുന്നതിൻ്റെ 10 മടങ്ങ് അനുഭവം അദ്ദേഹത്തിൻ്റെ ശിഷ്യപ്രശിഷ്യർ പാടുമ്പോൾ നമുക്ക് ഉണ്ടാവും. കാരണം അവരതിനെ വേറൊരു രീതിയിലാണ് അത് കൊണ്ടുപോകുന്നത്.
നമ്പിശാശൻ അതിനെ വളരെ സാമാന്യമായിട്ടാണ് കാണുന്നത്, ഇവരതിനെ വളരെ വിശേഷമായിട്ടാണ് കാണുന്നത്. എല്ലാത്തിനെയും അല്ല, അവർക്ക് ഇഷ്ടപ്പെട്ട പദങ്ങളെ അല്ലെങ്കിൽ കേൾവിക്കാർ കൂടുതലായി കേൾക്കാൻ മോഹിക്കുന്ന പദങ്ങളെ അവർ പ്രത്യേക രീതിയിൽ പരിലാളിക്കും. അത് നമുക്ക് രുക്മാംഗതീരത്തിലെ ബിലഹരിയിലുള്ള പദത്തിലൊക്കെ നമുക്ക് കാണാൻ പറ്റും. എന്നുള്ള പദം, ആ ബലഹരി നമ്പിശാസനം പാടിയുണ്ട്, ശ്രീ ഭംഗിയില്ല. ഇത്ര അനുഭവം നമുക്ക് അദ്ദേഹം പാടുമ്പോൾ കിട്ടില്ല. അതിനൊക്കെ പല പല കാരണങ്ങളുണ്ട്. പക്ഷെ ഒരു കാരണം, ഇവരിത് ഇങ്ങനെയുള്ള പദങ്ങളെ മാത്രം, ഏത് പദമാണോ കൂടുതൽ ആർദ്രതയുള്ളത്, കൂടുതൽ ഭാവാവിഷ്കാര സാധ്യതയുള്ളത്, അതിനെ കൂടുതലായി ലാളിക്കുന്ന ഒരു സംസ്കാരം പിൽക്കാല കഥകളി ഗായകരിൽ നമുക്ക് കാണാനാവും. ഇത് ദൃശ്യവുമായി ഏറ്റവും അധികം യോജിച്ചുകൊണ്ടാണോ ഈ പാട്ട് കഥകളിയുടെ സമകാലിക സംഗീതം പുലരുന്നത് എന്ന് ചോദിച്ചാൽ, ഞാൻ ചെങ്ങന്നൂർ കഴിഞ്ഞ ആഴ്ച നടന്ന ചർച്ചയിലും പറഞ്ഞു, ഇത് നിയന്ത്രിക്കാനായിട്ട് ഒരുപക്ഷെ വേഷക്കാരന് വരേണ്ടി വരും. വേഷക്കാരുടെ വരുതിയിൽ ഇപ്പം നമുക്കറിയാം, ഗോപിയാശാനെ പോലെ ഒരു വേഷക്കാരനെ അദ്ദേഹം ചെയ്യുന്നത് എന്താണ്? അദ്ദേഹത്തിന് പാകത്തിലാവണം. എല്ലാവരും പാടുന്ന ആൾ തനിക്ക് പറ്റിയ ആളാവണം. പറ്റിയ ആളെന്ന് വെച്ചാൽ സംഗീതത്തിൽ കേമാവണമെന്നല്ല, അദ്ദേഹത്തിൻ്റെ രീതികളെ അനുസന്ധാനം ചെയ്യുന്ന ഗായകരായിരിക്കും. കൊട്ടുന്ന ആൾ അങ്ങനെ തന്നെ ആവണം. തനിക്ക് ഏറ്റവും ചോദിച്ചു, താൻ വിചാരിക്കുന്നത് അവർക്ക് വരണം, താൻ വിചാരിക്കാത്തതും വരണം. ചിലപ്പോൾ വിചാരിക്കുന്നത് അദ്ദേഹത്തിന് ചെയ്യാൻ കഴിക്കുന്നു വരില്ല, പക്ഷെ അതും കൂടി കൊട്ടിയിട്ട് പരിഹരിക്കണം. അപ്പോൾ ഈ തരത്തിൽ ഒരു മാർ മുന്നിലേക്ക് എറിയ അദ്ദേഹം. അപ്പോൾ പാട്ടുകാരനായാലും മേളക്കാരനായാലും ഇവരൊക്കെ തൻ്റെ അഭിനയത്തിന് അനുകൂലമായി നിലകൊള്ളുന്ന അവസ്ഥയിലാവുക എന്ന ഒരു ശാഠ്യം ഒരു വേഷക്കാരൻ പുലർത്തുന്നത് ഒരു നിലയ്ക്കും നല്ല സംഗതിയാണ്. അതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഗോപിയാശാൻ്റെ വേഷം നിലയ്ക്ക് ഞാൻ ഈ അസ്പഷ്ടമായി പറയാത്തത്, ഇതൊക്കെ എനിക്ക് അമൂർത്തമായിട്ട് ഇപ്പോൾ ഒരാളുടെ പേര് പറയാതെ പറയാൻ പറ്റും. പക്ഷെ ഞാനത് എപ്പോഴും പേര് പറഞ്ഞുകൊണ്ടാണ് പറയുക. കാരണം എന്തിനും നമ്മളിതൊക്കെ അമൂർത്താക്കണം, അസ്പഷ്ടമാക്കണം, നമുക്കുള്ള കാര്യം തുറന്നു പറയാമല്ലോ. ഇപ്പോൾ ഗോപിയാശാൻ അങ്ങനെ ചെയ്യുന്നതിനുള്ള ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ, അദ്ദേഹം അഭിനയിക്കുമ്പോൾ മേളവും സംഗീതവും ചേർന്ന് ഇത് മുഴുവൻ ചെയ്യുന്നത് അദ്ദേഹമാണെന്ന് തോന്നുന്നു. വേഷത്തിൻ്റെ പ്രവൃത്തി അതിൻ്റെ ആംഗികത്തിൽ മാത്രമല്ല, അതിൻ്റെ സാത്വികത്തിൽ മാത്രമല്ല, അതിൻ്റെ ശ്രവ്യത്തിലും, ആ ശ്രവ്യവും താൻ തന്നെയാണ് അനുഷ്ഠിക്കുന്നത് എന്ന തോന്നൽ പ്രേക്ഷകരുണ്ടാക്കി കൊടുക്കും. അത് എളുപ്പമല്ല. അതിന് പാകത്തിൽ പാട്ടുകാർ കൂടെ നിൽക്കണം, പാകത്തിൽ മേളക്കാർ കൂടെ നിൽക്കണം. ഇതെല്ലാം ഏകോപിച്ചുണ്ടാവുന്ന ഈ അരങ്ങിലെ ഏക ബിംബം ഞാനാണ് എന്ന് വരുത്താൻ അദ്ദേഹത്തിന് സാധിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു ദോഷം എന്താണെന്ന് വെച്ചാൽ, സംഗീതത്തിൽ വളരെയധികം പ്രാഗൽഭ്യമുള്ള, ഒരുപക്ഷെ ചില സമയങ്ങളിൽ ചില പദങ്ങളിലൂടെ ആസ്വാദകർക്ക് കൂടുതൽ ആർദ്രത നൽകാൻ കഴിയുന്ന, കൂടുതൽ ശൃംഗാരഭാവങ്ങൾ സമായിക്കാൻ കഴിയുന്ന, കൂടുതൽ വീരഭാവങ്ങളെ പ്രോജ്വലിപ്പിക്കാൻ കഴിയുന്ന ഗായകർ പിന്തള്ളപ്പെട്ടു പോകും. അതാണ് അതിൻ്റെ ഒരു ദോഷം. മേളം അസാധ്യമായി അരങ്ങിൽ പ്രവർത്തിക്കാൻ കഴിയുന്ന, വിരലുകൈ നന്നായി നടക്കുന്ന, നേർപോലെ അതിശക്തമായി വീഴുന്ന ഒക്കെ മേളക്കാരുണ്ടെങ്കിൽ ചിലപ്പോൾ അവരാവില്ല. അവരെക്കാൾ അധികം ഇദ്ദേഹത്തിന് കൂടുതലായി യോജിക്കുന്ന ആളുകളെയാവും അദ്ദേഹം അരങ്ങിലേക്ക് ക്ഷണിക്കുക. അപ്പോൾ അങ്ങനെയുള്ള വ്യക്തികൾ വളരെ സിദ്ധികളുണ്ടായിട്ടും മുന്നിലേക്ക് വരാൻ സാധിക്കാതെ പിന്തള്ളപ്പെടുന്ന ഒരു കലാകാരന്മാരുടെ, അത് ചെണ്ടക്കാരുടെ ആയാലും അത് പാട്ടുകാരുടെ ആയാലും, അങ്ങനെ കുറച്ച് പേരുടെ ഒരു അവരൊക്കെ പ്രാന്തവൽക്കരിക്കപ്പെടുന്ന ഒരവസ്ഥ, മാർജിനലൈസ്ഡ് ആവുന്ന ഒരവസ്ഥ ഉണ്ടാവും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ദോഷം. പക്ഷേ നമുക്കറിയാം, എല്ലാ വലിയ കലാരൂപങ്ങളിലും വലിയ
നർത്തകികളായാലും വലിയ നർത്തകരായാലും വലിയ നടന്മാരായാലും അവരൊക്കെ അവർക്ക് പറ്റുന്ന ആളുകളെയാണ് കൊണ്ടുപോകുക. അത് അവർക്ക് ഏറ്റവും സ്യൂട്ടാവുന്ന ആളുകളെയാണ് എപ്പോഴും അവർ സംരക്ഷിച്ച് നിലനിർത്തുക. പക്ഷെ ഇത് കഥകളിയിലുണ്ടായ പുതിയ കാലത്തുണ്ടായ ഒരു മാറ്റമാണ്. ഒരു 1/4 നൂറ്റാണ്ട് മുമ്പ് വരെ ഇതായിരുന്നില്ല സ്ഥിതി. നമുക്കറിയാം എത്ര വലിയ വേഷക്കാരിവിടെയാണ്. കൃഷ്ണനാരാശാൻ മുതൽ കുഞ്ചുവാശാൻ ഞാൻ കണ്ടിട്ടില്ല. കൃഷ്ണനാരാശാൻ മുതലുള്ള എല്ലാവരും കണ്ടു. അവരുടെ ഒക്കെ പ്രഭാവകാലത്തും അവർ ഏത് മേളത്തിൻ്റെയും ഏത് പാട്ടുകാരുടെയും ഒക്കെ കൂടെ അവർ കളിക്കുകയൊക്കെ ചെയ്തിരുന്നു. ഒരു കുഴപ്പമില്ല. അന്നൊന്നും ഇത്ര സൂക്ഷ്മമായിരുന്നില്ല വേഷക്കാരുടെ ഈ നിഷ്കർഷം. അവർ ഏത് കളിയോഗത്തിൻ്റെ കൂടെയും കളിക്കും. ഏത് പാട്ടുകാരായാലും മേളക്കാരായാലും അവർക്ക് സിദ്ധി കുറഞ്ഞതായാലും സിദ്ധി കൂടിയതായാലും അവർക്ക് സാഹിത്യം സ്പഷ്ടമാവുകയേ വേണ്ടു. ഒരിക്കൽ തകഴിക്കുട്ടൻപിള്ളയുടെ പാട്ട് കൃഷ്ണനാരാശാനായിരുന്നു 2ാം ദിവസം. അപ്പം ഞാനിത് കഴിഞ്ഞ് ആ പതിഞ്ഞപദം കഴിഞ്ഞിട്ട് ആ ഇടയ്ക്കുള്ള ഗ്യാപ്പിൽ കൃഷ്ണനാരാശാനോട് ചോദിച്ചു, ഈ കുട്ടൻപിള്ളയുടെ പാട്ട് ആശാന് വളരെ ഇഷ്ടമാണോ എന്ന് ചോദിച്ചു. അന്നാണെങ്കിൽ ഈ ശങ്കരനമ്പ്രാന്തിരിയൊക്കെ ഇങ്ങനെ വന്ന് കത്തിക്കാടി നിൽക്കുന്ന ഒരു കാലം. അന്ന് ആരെങ്കിലും കുട്ടൻപിള്ളിയാണ് പ്രധാനമായിട്ട് പാടിയിരുന്നത്. അപ്പോൾ കൃഷ്ണനാരാശാൻ പറഞ്ഞു, സാഹിത്യം വളരെ കൃത്യമാണ്, അതാണ് അദ്ദേഹം നോക്കുന്നത്. സാഹിത്യം സ്പഷ്ടമായാൽ മതി, മറ്റൊന്നും വേണ്ട എന്ന് പറയും. സംഗീതം കുറഞ്ഞാലും കുഴപ്പമില്ല എന്നർത്ഥം. പക്ഷെ പിൽക്കാലത്ത് എമ്പറാന്തിരിക്ക് ഒരുപാട് കൃഷ്ണനാരാശാന് പാടിയിട്ടുണ്ട്. അദ്ദേഹത്തിന് വളരെ സന്തോഷമായിരുന്നു. അതൊക്കെ വേറെ കാര്യം. പക്ഷേ ഇത് നമ്മളെ അറിയിക്കുന്നൊരു സത്യം, ഈ ഗായകൻ്റെയും മേളക്കാരൻ്റെയും പ്രാഭവത്തെ ഏറ്റവും അധികം സൂക്ഷ്മമായി നിരീക്ഷിച്ചുകൊണ്ട് അവരെ മാത്രം സ്വീകരിക്കുന്ന ഒരു സെലക്റ്റീവ് അപ്രോച്ച്, ഞങ്ങൾക്ക് ഇന്ന ആളുകൾ മതി എന്ന് പറയുന്ന ഒരു പ്രവണത ഒരു 1/4 നൂറ്റാണ്ട് മുമ്പ് വരെ കഥകളിയിൽ ഉണ്ടായിരുന്നില്ല. ഒരുതരം സമഭാവന കഥകളിയിൽ നിലനിന്നിരുന്നു. അത് ഗായകരെയൊക്കെ വളരെയധികം സഹായിച്ചിട്ടുണ്ട്. ഇപ്പോൾ തെക്ക് നിന്നുള്ള ഗായകരായാൽ പോലും ഇപ്പോൾ തെക്കോട്ടുള്ള സംഗീതത്തിൻ്റെ എടുത്തു കഴിഞ്ഞാൽ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം, ചേർത്തല കൂട്ടുകുറുപ്പിൻ്റെ ഒന്നും നല്ല കാലം ഞാൻ അപ്പോൾ ഒരു പാട്ടും ഞാൻ കേട്ടിട്ടില്ല. അദ്ദേഹത്തിൻ്റെ അരങ്ങിലെ പാട്ട് ഞാൻ കേട്ടിട്ടില്ല. പക്ഷേ ചില റെക്കോർഡുകളൊക്കെ കേട്ടു. ആകാശവാണിയിൽ അദ്ദേഹത്തിൻ്റെ പാട്ട് കേട്ടു. അദ്ദേഹത്തിന് സംഗീതം വളരെ ഗംഭീരമാണ്. പക്ഷെ അദ്ദേഹത്തിന് ഈ കലാമണ്ഡലത്തിലൊക്കെ ഉണ്ടായതുപോലെ നീലകണ്ഠൻ നമ്പീശനൊക്കെ ലഭിച്ചതുപോലെയുള്ള കളരിയുടെ ചൂടും വെളിച്ചവും അദ്ദേഹത്തിന് കിട്ടിയിരുന്നു എന്ന് എനിക്കറിയില്ല. കാരണം പൊതുവിൽ തെക്കൻ കഥകളി സമ്പ്രദായത്തിൽ കളരികളൊന്നും ഇത്ര മുറുക്കമുള്ളതല്ല. ഇത്ര മുറുക്കമില്ലാതാവാൻ കാരണം അവിടെ ഈ കഥകളി പഠിച്ചിരുന്നവർ, കഥകളിക്കാർ, വേഷക്കാരൊക്കെ മിക്കവാറും സമ്പന്നരായിട്ടുള്ള ആളുകളാണ്. അത്യാവശ്യം ഭൂമിയുണ്ട്, കഴിഞ്ഞുവിടാനുണ്ട്. അവരാണ് കുട്ടികളെ പഠിപ്പിക്കുക. അപ്പോൾ ഈ കുട്ടികളെ പഠിപ്പിക്കുക എന്ന് പറഞ്ഞാൽ വീട്ടിൽ തന്നെയാണ് പഠിപ്പിക്കുക, വീട്ടിൽ തന്നെയാണ് കളരി. പൊതുവായ കളരി അങ്ങനെയൊന്നുമില്ല. അപ്പോൾ ശിഷ്യന്മാരെയൊക്കെ അവർ പഠിപ്പിക്കുമ്പോൾ അപ്പോൾ ഈ തൻ്റെ സംരക്ഷണയിൽ ശിഷ്യന്മാർ വളരുമ്പോൾ ഒരു സംഗതി, അവരുടെ ഒരു വാത്സല്യം തോന്നും. അവരിപ്പോൾ കുറച്ച് മോശമായാലും അവരെ കൊണ്ടു നടക്കണം തോന്നും. അവർക്ക് അർഹിക്കുന്നതും അർഹിക്കാത്തതുമായ പ്രോത്സാഹനം കൊടുക്കണം തോന്നും. പക്ഷേ വടക്കൻ കളരിയിൽ കല്ലുവഴിച്ചിട്ട് ഇങ്ങനെ ഒരു സമ്പ്രദായം പറ്റില്ല. അവിടെ ഗുരുനാഥന് ഒരു ഗതിയും പരഗതിയില്ല, പഠിക്കുന്ന കുട്ടിക്കുമില്ല. അപ്പോൾ ഇവനെ പരമാവധി പഠിപ്പിക്കാന്നുള്ളത് മാത്രമല്ല, 8 കൊല്ലമെങ്കിൽ 8 കൊല്ലം, 10 കൊല്ലമെങ്കിൽ 10 കൊല്ലം തല്ലിയിട്ട് തച്ച് നേരെയാക്കി പഠിപ്പിക്കുക. വേറെ ഗതിയൊന്നുമില്ലല്ലോ. എന്നാൽ ഇത് തന്നെ ചെയ്യാം. പിന്നെ ശിഷ്യൻ്റെ ഒരു ശക്തി കൊണ്ട്, സാമർഥ്യം കൊണ്ട്, സർഗസിദ്ധി കൊണ്ട് സ്വയം വലുതാവുക എന്നുള്ളതാണ്. അല്ലാണ്ട് ഒരിക്കലും ഒരു ഗുരുനാഥൻ വടക്ക് കല്ലുവഴിച്ചിട്ടുകളിൽ ഒരു ഗുരുനാഥൻ വരും ഏതെങ്കിലും ശിഷ്യനെ പ്രോത്സാഹിപ്പിച്ച് കേട്ടിട്ടുണ്ടോ? ഇല്ല. ശിഷ്യന് ശേഷി ഉണ്ടെങ്കിൽ വളർന്നു വരും, ഇല്ലെങ്കിൽ ശിഷ്യൻ്റെ പണി കഴിഞ്ഞു, അത്രേ ഉള്ളൂ. ശിഷ്യനെ അവിടെ കിടക്കും. പക്ഷെ തെക്ക അങ്ങനെയല്ല. അവരെല്ലാവരും അവർ ശിഷ്യരെ പരമാവധി പ്രോത്സാഹിപ്പിക്കും, സഹായിക്കും. അതൊരു വേറൊരു തരം കുടുംബ ബന്ധവുമായി ബന്ധത്തിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ നീളുന്ന ഒരു ശിഷ്യ പരമ്പരയാണ്. അതിൻ്റെ ഒരു ദോഷം ആ കളരികൾക്കൊന്നൊരു മുറുക്കമുണ്ടാകും. കലാമണ്ഡലത്തിലതുപോലെ ആ മുറുക്കത്തിൻ്റെ ഒരു അഭാവം നമുക്ക് തെക്കൻ കഥകളി സംഗീതത്തിലും കാണാനാകും. സംഗീതത്തിൽ നന്നായി പ്രവർത്തിക്കാൻ കഴിയുന്ന തണ്ണീർമുക്കം വിശ്വംഭരനെ പോലെയൊക്കെയുള്ള ഒരുപാട് പാട്ടുകാരുണ്ട് അവിടെ. പക്ഷെ അവർക്ക് ഈ കളരിയുടെ ഈ ഒരു ശക്തി, കളരിയുടെ ഈ മുറുക്കം, കളരിയുടെ ഈ സൗന്ദര്യം അവർ പാടുമ്പോൾ തന്നെ നമുക്കത് മനസ്സിലാവും.
പിന്നെ അതൊക്കെ പരിഹരിക്കുന്നത്, അതൊക്കെ പഴയ കാര്യം ഞാൻ പറഞ്ഞത്. കലാമണ്ഡലം വന്നതിന് ശേഷം അവിടുന്ന് ഒരുപാട് പാട്ടുകാരൊക്കെ ഇവിടെ എത്തുന്നു, കലാമണ്ഡലത്തിൽ വരുന്നു, ഇവിടെ അഭ്യാസം കഴിക്കുന്നു. അങ്ങനെ പോയതോടുകൂടി ഈ സ്വഭാവം ആകെ മാറി. ഞാൻ ഒരു 20-ാം നൂറ്റാണ്ടിൻ്റെ ഉത്തരാർത്ഥത്തിലുള്ളൊരു അവിടെ നിലനിന്ന ഒരു പ്രതിഭാസത്തെ പറ്റിയാണ് പറഞ്ഞത്. പിൽക്കാലം അത് വളരെ മാറുന്നുണ്ട്. ഇങ്ങനെ നമ്മൾ മൊത്തത്തിൽ ഇതിൻ്റെ ഒരു പരിപ്രേക്ഷ്യം, കഥകളി സംഗീതത്തിൻ്റെ ഒരു പരിപ്രേക്ഷ്യം നോക്കിക്കഴിഞ്ഞാൽ ഈ തരത്തിലുള്ള ഒരുപാട് കോലാഹലങ്ങൾ അതിൽ നടക്കുന്നുണ്ടെങ്കിലും ഇന്നും കഥകളി ഏറ്റവും പ്രഫുല്ലമായി നിലകൊള്ളുന്നത് അതിൻ്റെ സംഗീതം തന്നെയാണ്. സംഗീതക്കാർക്ക് ഇന്നും അതിൽ യാതൊരു ക്ഷാമവുമില്ല. അവർക്ക് അരങ്ങുകൾക്ക് ലോപമില്ല. അവർ അത് വ്യത്യസ്തമായ അനുഭവങ്ങൾ സൃഷ്ടിക്കുന്ന, വ്യത്യസ്തമായ ശൈലികളിലൂടെ സഞ്ചരിക്കുന്ന, രാഗങ്ങളെ വളരെ വ്യത്യസ്തമായ രീതിയിൽ പരിശോധിക്കുന്ന, അരങ്ങിൽ നിന്നുകൊണ്ട് തന്നെ പരിശോധിക്കുന്ന, കർണാടക സംഗീതക്കാരും പോലും അപൂർവമായി പ്രയോഗിക്കുന്ന രാഗങ്ങളെ കഥകളിയിൽ ധൈര്യമായി പരീക്ഷിച്ച് നോക്കുന്ന, ഇങ്ങനെ വളരെ സാഹസികരായ, വാസന സാധനാനുഗ്രഹീതരായ സംഗീതജ്ഞരുടെ സാന്നിധ്യം കൊണ്ട് സുരഭിലമാണ് കഥകളി സംഗീതത്തിൻ്റെ സമകാലിക മണ്ഡലം. അവരുടെ ഭാഗത്തു നിന്നുണ്ടാവുന്ന ആധിക്യങ്ങളെപ്പറ്റി അതിനെക്കുറിച്ചൊക്കെ വളരെ സന്ദേഹം രേഖപ്പെടുത്തുന്ന ഒരാളാണ് ഞാൻ. പക്ഷെ എങ്കിൽ പോലും പൊതുവെ നോക്കിയാൽ അവർ കഥകളിയുടെ സർവതോമുഖമായ ഒരു വളർച്ചയ്ക്ക് മറ്റെല്ലാവരേക്കാൾ, ഒരുപക്ഷെ വേഷക്കാരേക്കാൾ അധികം എണ്ണം കൊണ്ടും ഗുണം കൊണ്ടും സംഭാവന ചെയ്തിട്ടുണ്ട്. അത് കഥകളിയെ സംബന്ധിച്ചിടത്തോളം വളരെ സ്വാഗതാർഹമായ കാര്യമാണ്. പക്ഷേ ഈ ഏതെങ്കിലും സന്ദർഭങ്ങളിൽ ഈ കാഴ്ചയും കേൾവിയും തമ്മിൽ വിഘടിച്ചു പോയാൽ പിന്നെ അത് വീണ്ടും ഒരു ബിന്ദുവിൽ യോജിപ്പിച്ചെടുക്കുക എന്നുള്ളത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ ഗോപിയാശാൻ താനെന്നൊക്കെ ബിംബത്തിലെല്ലാം സംയോജിപ്പിച്ചെടുത്തതുപോലെ ഇനി മറ്റൊരു വേഷക്കാരൻ വന്ന് വളരെ അധികം പ്രഗത്ഭനായിട്ടുള്ള, പ്രശസ്തരായിട്ടുള്ള ഒരു കലാകാരൻ ഉയർന്നു വന്ന് തൻ്റെ പാട്ടിനെയും മേളത്തിനെയും തനിക്ക് അനുഗുണമാവും വിധം യോജിപ്പിച്ചെടുക്കുന്ന ഒരു പ്രക്രിയ നടന്നുകൂടുന്നില്ല. ഇപ്പോഴത്തെ നിലയ്ക്ക് നടക്കാനുള്ള സാധ്യത അധികം കാണാനില്ല. അതുകൊണ്ട് പാട്ടുകാർ ഒരു പടി മുകളിൽ നിൽക്കും. പാട്ടുകാർ വേഷക്കാരേക്കാൾ കുറച്ചുകൂടി കവിഞ്ഞു നിൽക്കുന്ന ഒരു സ്ഥിതിവിശേഷത്തിലാണ് ഇന്ന് കഥകളി നിലകൊള്ളുന്നത്. അത് കഥകളിയുടെ മൊത്തം ആരോഗ്യത്തിന് ഭൂഷണമാണോ എന്ന ചിന്ത നിങ്ങളുടെ ശ്രദ്ധയ്ക്കും പരിഗണനയ്ക്കുമായി വിട്ടുകൊണ്ട് ഞാൻ എൻ്റെ ഈ പ്രഭാഷണം ഉപസംഹരിക്കുന്നു. ഇത്രയും നേരം എന്നെ ക്ഷമിച്ച് കേട്ട ഈ 3 മണി സമയം ഒക്കെ ഉറങ്ങേണ്ട സമയമാണ്. ഈ സമയത്ത് ഉണർന്നിരുന്നവരോടും ഉറങ്ങിയവരോടുമുള്ള എൻ്റെ കൃതജ്ഞത അറിയിക്കുന്നു. നന്ദി. സാഹിത്യത്തിൻ്റെ പ്രാധാന്യം എന്നുള്ളത് ഇപ്പം നമ്മൾ ഈ സംഗീതം ഇതിന് മുമ്പ് ഉപയോഗിച്ചിരുന്ന സംഗീതം നമുക്കറിയില്ല. 20-ാം നൂറ്റാണ്ടിന് ശേഷം ഉണ്ടായ വെങ്കടേശ്വര ഭാഗവതര് കഥകളി സംഗീതത്തിനെ പരിഷ്കരിച്ചതിന് ശേഷം കർണാടക സംഗീതത്തിൻ്റെ ഒരു പ്രയോഗ പദ്ധതി തന്നെയാണ് ഇതിൻ്റെ സ്വഭാവത്തിന് അനുസൃതമായിട്ട് ഇവിടെ ഉപയോഗിക്കുന്നത്. അപ്പം അതുകൊണ്ട് പക്ഷേ സാഹിത്യം എന്നത്, കഥകളിയുടെ സാഹിത്യം എന്നത് കേരളത്തിൻ്റെ മാത്രം. ഈ സംഗീതം നമ്മൾ ഉപയോഗിക്കുന്നത് ദാക്ഷിണാത്യ സംഗീതം, അത് ദക്ഷിണേന്ത്യക്ക് മുഴുവനുള്ളത്. ആ ദക്ഷിണേന്ത്യക്ക് മുഴുവനുള്ള രാഗ താള പദ്ധതിയെ നമ്മുടെ കഥകളിയിലേക്ക് കൊണ്ടുവരുമ്പോൾ ആ കഥകളിയുടേതാക്കി ഇത് മാറ്റുന്നതിൽ അതിൻ്റെ ഏറ്റവും മുഖമുദ്രയായിട്ടുള്ളത് അതിൻ്റെ സാഹിത്യമാണ്. ആ സാഹിത്യം ഇതല്ലായിരുന്നെങ്കിൽ, കർണാടക സംഗീതത്തിൽ ഒരു കൃതിയാണ് പാടിയിരുന്നെങ്കിൽ നമുക്ക് ഈ അനുഭവം ഉണ്ടാവില്ല. ഈ അനുഭവം നമുക്ക് കഥകളിയിൽ പാടുമ്പോൾ ഉണ്ടാവുന്ന ഈ അനുഭവം നമുക്ക് കിട്ടാൻ കാരണം കഥകളി സങ്കേതങ്ങൾ ഉപയോഗിച്ച് രചിച്ച ഇതിൻ്റെ ശ്ലോകങ്ങളും പദങ്ങളും കാരണം. ഇല്ലെങ്കിൽ നമുക്ക് എങ്ങനെ ഈ അനുഭവം ഉണ്ടാവുക? അതേസമയം കർണാടക സംഗീതത്തിൻ്റെ രാഗങ്ങളെ നമ്മൾ ഇതിൽ ഉപയോഗിക്കുമ്പോൾ ഇതിന് മുമ്പ് കഥകളി സംഗീതം ഉപയോഗിച്ചിരുന്ന ചില ശീലുകൾ നമുക്ക് നഷ്ടമാവും. ഇപ്പം അത് ഞാൻ കേട്ടിട്ടുള്ളതാണ്, 70കളിലൊക്കെ ഞാൻ കേട്ടതാണ്. പക്ഷെ 80-ന് ശേഷം എനിക്കത് കേൾക്കാൻ പറ്റിയിട്ടില്ല. ഇപ്പം നിങ്ങൾ അത് എന്ത് ശീലമാണ് നഷ്ടപ്പെട്ടതെന്ന് എന്നോട് ചോദിച്ചാൽ എനിക്ക് പറയാൻ പറ്റില്ല.
ഇപ്പൊ നിജാവന്തിയിലുള്ള പദത്തില് അതി ദുഃഖകാരണവിൻ ഇന്നാരാമ സഞ്ചരണം. ഈ ഒരു സംഗതി പണ്ടില്ല. ഒരു 70-75 കാലഘട്ടത്തിലൊന്നും ഞാനിങ്ങനെ കേട്ടിട്ടില്ല. എംബ്രാന്തിരി തന്നെ പാടിയിട്ടില്ല. 80-ന് ശേഷമാണ് ശങ്കരമ്പ്രാന്തിരിക്ക് ഇത് പാടുന്നത്. അതുവരെ വേറൊരു സംഗതിയാണ് നിജാവന്തിയിൽ പാടിയിരുന്ന കഥകളി. പക്ഷെ അതെന്താന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ഞാനത് എൻ്റെ ഇത് പോയത്. പിന്നെ ഇത് തന്നെയാണല്ലോ കേൾക്കണത്. പിന്നെ ഇതിൻ്റെ ഒരു വശ്യത ഇതിനില്ലാത്തതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ. അങ്ങനെ കേദാരകുളം, ആദ്യം വന്ദന ശ്ലോകത്തിൽ കേദാരകുളം പാടുമ്പോൾ ആ കേദാരകുളം ഇന്ന് പാടുന്ന രീതിയിലേ അല്ല കേദാരകുളം പാടിയിരുന്നത്. അത് കഥകളിയുടെ ഒരു സംസ്കാരത്തിന് കൂടുതൽ അനുരൂപമായ രീതിയിലുള്ള ഒരു കേദാരകുളം. നമ്മൾ ഇന്ന് കർണാടക സംഗീതത്തിൽ കേൾക്കുന്ന കേദാരകുളത്തിന്റെ സ്വഭാവമുണ്ട്, പക്ഷെ മുഴുവൻ അതല്ല. അതിന് ഗമകം കൊടുക്കുന്ന രീതിയിലൊക്കെ വലിയ വ്യത്യാസമുണ്ട്. പക്ഷെ ഇപ്പം ഇന്ന് നിങ്ങളെന്നോട് ചോദിക്കണം എന്നാൽ പിന്നെ എങ്ങനെ ആ കേദാരകുളം പാടുന്നത് എനിക്ക് പാടാൻ പറ്റില്ല. ഇന്നിപ്പോൾ യേശുദാസിന്റെ പോലെയാണല്ലോ എല്ലാവരും കേദാരകുളം പാടുന്നത്. തുടങ്ങുന്നത് പണ്ട് ഇങ്ങനെയൊന്നുമല്ല തുടങ്ങുന്നത്. എങ്ങനെ തുടങ്ങിയത് എനിക്കറിയില്ല. കലാനന്ദ ഉണ്ണികൃഷ്ണൻ ഇത് പാടിയത് പണ്ട് എനിക്ക് കേട്ട ഒരു ഓർമ്മയില്ല. പക്ഷെ ഇത് ഉണ്ണികൃഷ്ണൻ അറിയില്ല. ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ എല്ലാവരും മറന്നുപോയി. കാരണം പുതിയ രീതിയിലേക്ക് എല്ലാവരും മാറി. ഇപ്പൊ ഈ കോട്ടയം കഥകളെ പറ്റി പറയുമ്പോൾ രാജാനന്ദൻ പറയുന്ന സംഗതിയുണ്ട്. അതിൽ ഈ ഓരോ വാക്കും സന്നിവേശിപ്പിച്ചിട്ടുള്ളത് താളത്തിന്റെ ഒരു സ്വഭാവം അനുസരിച്ചാണ്. ഇപ്പൊ ഖണ്ഡനടയിൽ തക തകേട്ട തക തകേട്ട തക തകേട്ട എന്നുള്ള നിലയ്ക്കാണ് ഒരു ആട്ടകഥയിൽ ഒരു വരി എടുത്തിട്ട് രാജാനന്ദൻ ഒരു പ്രഭാഷണത്തിൽ പറഞ്ഞത്. ഇത് കോട്ടയത്ത് തമ്പുരാൻ ചെയ്താണോ നമുക്കറിയില്ല. ചിലപ്പോ മായാവരം ഗോവിന്ദസ്വാമിയാണ് അദ്ദേഹത്തിന്റെ ഗുരു. അദ്ദേഹം പറഞ്ഞു കൊടുത്താവാനേ വഴിയുള്ളൂ. അല്ലാതെ കോട്ടയത്ത് തമ്പുരാൻ ഇപ്പൊ ഖണ്ഡനാട അറിയുന്ന എനിക്ക് വിശ്വാസം തീരെയില്ല. പക്ഷെ ഈ രീതിയിൽ അതുപോലെ ചതുരശ്രം തകത്തിമ്മി തകച്ചണ്ട് തകത്തിമ്മി തകച്ചണ്ട് അങ്ങനെ അക്ഷരം ആ രീതിയിൽ ക്രമീകരിച്ചെടുക്കുക. അപ്പൊ ഇങ്ങനെ അക്ഷരങ്ങളെ താളത്തിന്റെ സ്വരൂപത്തിനുള്ളിൽ വിന്യസിച്ചെടുക്കുന്ന ഒരു പ്രക്രിയയിൽ ആ ഭാഷ അത് നമുക്ക് മാത്രമുള്ളതാണ്. കഥകളിയുടെ ഒരു സാഹിത്യം എന്നുള്ളത് വേറെ എവിടെ നമുക്ക് കാണാൻ പറ്റില്ല. മലയാളത്തിൽ തന്നെ ഇതര സാഹിത്യ രൂപങ്ങളിലൊന്നും കാണാത്ത തരത്തിലുള്ള ഒരു പദസന്നിവേശ സംസ്കാരമാണ് കഥകളി സാഹിത്യത്തിലുള്ളത്. അപ്പൊ അത് കേൾക്കുമ്പോഴാണ് ഇത് കഥകളിപ്പാട്ടാണ്, ഇത് നമ്മുടേതാണ്, ഈ ദേശത്തിൻ്റെയാണ്, ഈ മണ്ണിന്റെ മണമുള്ളതാണ് എന്ന് നമുക്ക് ബോധ്യമാവുക. രാഗം കേട്ടിട്ടെന്താ കാര്യം? രാഗം കേട്ടാൽ നമുക്ക് ഇത് കേൾക്കണമെന്നില്ല. വേറെ ഏത് കർണാടക സംഗീതത്തിൽ ഇഷ്ടംപോലെ കൃതികളുണ്ട്, അതിലൊക്കെ പല രാഗങ്ങളിൽ പാടിയിട്ടുണ്ട്, അത് കേൾക്കാം. പക്ഷെ അത് ആ രാഗം ഈ സാഹിത്യത്തിലേക്ക് സന്നിവേശിപ്പിക്കുമ്പോൾ ബാബുവൊക്കെ പാടാനല്ലേ പാടും. അപ്പൊ കർണാടക സംഗീതത്തിൽ കേട്ടുകഴിഞ്ഞാലും രാഗം തന്നെ. പക്ഷെ സർവചരാചര എന്ന് പറയുമ്പോൾ നമുക്ക് ഉണ്ടാവുന്ന ഒരു അനുഭവം അത് സംസ്കൃത പദം തന്നെയാണ്, ഇല്ല എന്നല്ല. പിന്നെയുള്ള മലയാള പദങ്ങളൊക്കെ വരുമ്പോൾ അതിൽ മമ എന്നൊക്കെയുള്ള വാക്ക് അതൊക്കെ ഈ കഥകളിയിൽ മാത്രമേ നമുക്ക് കേൾക്കാൻ പറ്റുള്ളൂ. ചില വാക്കുകളൊന്നും വേറെ ഒന്നും കേൾക്കാൻ പറ്റില്ല. അതിൽ നിന്നുണ്ടാവുന്ന ഒരു അനുഭവം ഏറ്റവും അധികം നമ്മൾ കഥകളിയുടെ മുമ്പിലാണ് ഇരിക്കുന്നത്, കഥകളിയുടെ സംസ്കാരമാണ് നമ്മളിലേക്ക് പ്രവേശിക്കുന്നത് എന്ന് നമ്മളെ ബോധ്യപ്പെടുത്തുന്നത് അതിൻ്റെ സാഹിത്യം തന്നെയാണ്. അത് ഉച്ചരിക്കുന്നതിലുള്ള വ്യതിയാനം ആണ് ഗായകന്റെ മൗലികമായ വ്യതിയാനം. ഉണ്ണികൃഷ്ണക്കുറുപ്പ് പാടുന്ന ഒരു രീതി ഉണ്ടല്ലോ, ഓർക്കേണം ഒരു മുനിയെ മാർഗേ ചതിച്ചീതഹം വായിക്കും കോപം പൂണ്ടു മുനി ദീർഘമൊരു ശാപവും തന്നു. ഒരു അലങ്കാരമില്ല, ഗമകമില്ല, മൃഗമില്ല, പക്ഷെ ആ ഭാവം നോക്കൂ. കാർക്കോടകൻ്റെ ഒരു വിഷമം നമുക്ക് നന്നായി ഫീൽ ചെയ്യും. ഇതാണ് ആ സാഹിത്യമാണ് അപ്പോൾ പരമപ്രധാനമായിട്ട്. ഈ രാഗം നമുക്ക് വേറെ എന്തിനും പാടാം, പക്ഷെ സാഹിത്യമാണ് ആ ഭാവത്തിനെ പ്രോജ്വലിപ്പിക്കുന്നത് എന്ന ഒരു ബോധ്യത്തിലാണ് ഞാൻ 21-ാം നൂറ്റാണ്ടിൽ നിൽക്കുന്നത്. ഒന്ന് ചേർത്തല കുട്ടക്കുറുപ്പ്, 2 കലാമണ്ഡലം നീരാണ്ടൻ നമ്പീശൻ. അത് മാത്രമേ എനിക്കറിയുള്ളൂ. അദ്ദേഹത്തിൻ്റെ പാട്ട് എത്ര കേമായിരുന്നു എന്നുള്ളത് പറയാനുള്ളൊരു ശേഷി എനിക്കില്ല. ഒന്ന്
എങ്ങനെയാണ് അവരൊക്കെ, ഏത് രീതിയിലാണ് ഈ കഥകളി പാട്ടുകളെ അവരൊക്കെ പരിചരിച്ചിരുന്നതെന്ന് അറിയാൻ നമുക്കൊരു വഴിയില്ല. ഇപ്പോൾ കുട്ടപ്പക്കുറുപ്പിൻ്റെ തന്നെ സംഗീതത്തിനെ പറ്റി എന്നോട് പലരും ഒരു പ്രഭാഷണം നടത്തണം എന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ പറഞ്ഞു എനിക്ക് അതിനുള്ള ഒന്നുമില്ല എൻ്റെ കയ്യിൽ, ഒരു വിഭവം എൻ്റെ കയ്യിലില്ല. അദ്ദേഹം പാടിയ കുറേ റെക്കോർഡുകൾ കിട്ടും, അതിൽ നിന്ന് എനിക്ക് ഒന്നും മനസ്സിലാവില്ല. പീഡിയാണ് ചിലവരൊക്കെ പാടിയിട്ടുള്ളത്. അതിൽ ശബ്ദമൊന്നും അദ്ദേഹത്തിന് നിയന്ത്രണത്തിൽ നിൽക്കുന്നില്ല. അതുകൊണ്ട് രാഗങ്ങളുടെ ഒരു ഭാവമൊന്നും വളരെ സൂക്ഷ്മമാവുന്നില്ല. രാഗഭാവം ഇല്ല എന്നല്ല, പക്ഷെ അത് സൂക്ഷ്മമാവണില്ല. അദ്ദേഹത്തിൻ്റെ ഗമകങ്ങളൊന്നും അത്ര വൃത്തിയായിട്ട് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. അപ്പോൾ പഴയ ഗായകരെ പറ്റിയൊന്നും നമ്മളൊന്നും പറയില്ല, കാരണം അവരൊക്കെ കേമന്മാരാണെന്ന്. പിന്നെ ഇതൊക്കെ എന്ന് വെച്ചാൽ കാലമാണ് ഇതൊക്കെ നിശ്ചയിക്കുന്നത്. പഴയ കാലത്തെ കഥകളിയുടെ ചിത്രങ്ങളൊക്കെ ഒന്ന് കണ്ടു നോക്കും, സഹിക്കാൻ പറ്റില്ല. ഒരെണ്ണം വയ്യ, ഒരു വേഷം കണ്ടാൽ നമുക്ക് സങ്കടമാവും. അപ്പോൾ ഇന്ന് കഥകളിൽ വേഷങ്ങൾ കാണുമ്പോൾ എത്ര ഗംഭീരമാണ്. ചിലപ്പോൾ ഇത് കഴിഞ്ഞ് 21-ാം നൂറ്റാണ്ടിൻ്റെ അവസാനം നമ്മളൊക്കെ പോയി കഴിഞ്ഞിട്ട് കുറച്ച് പേര് ഈ കാലത്ത് 20-ാം നൂറ്റാണ്ടിലെ വേഷത്തിൻ്റെ ഒക്കെ കാണുമ്പോൾ ഇതെന്ത് മോശമെന്ന് പറയുമായിരിക്കും. അപ്പോൾ ഓരോ കാലത്തിൽ ജീവിച്ച ആളുകൾക്ക് അവരുടേതായ ഒരു സൗന്ദര്യ സങ്കല്പമുണ്ട്, അവരുടെ ഒരു സെൻസിബിലിറ്റി ഉണ്ട്. ആ സെൻസിബിലിറ്റി നമുക്ക് ഞാനത് ചോദ്യം ചെയ്യണമില്ല, അത് ആ കാലത്ത് കേമായിരിക്കും. പക്ഷെ ഇന്നത്തെ നിലയ്ക്ക് നമുക്കത് അംഗീകരിക്കാനോ അത് സാർത്ഥകമാണെന്ന് വിചാരിക്കാനോ നിവൃത്തിയില്ല. ഉച്ച സമയമാണെങ്കിലും നമ്മളെ ഒട്ടും ഉറക്കാവുന്ന ഒരു രീതിയിലുള്ള ഒരു പ്രഭാഷണം ആയിരുന്നില്ല. പ്രത്യേകിച്ചും ഏറെ സന്തോഷിപ്പിച്ചത് ഇതിൻ്റെ ഇടയിൽ നടത്തിയ ചില പ്രയോഗങ്ങളാണ്. കുറേ കാലമായിപ്പോൾ കലാധരൻ്റെ ഇങ്ങനത്തെ കുറേ പ്രയോഗങ്ങൾ കേട്ടിട്ട് അത് തീർച്ചയായിട്ടും വലിയൊരു സന്തോഷം തോന്നി. നമ്മൾ ഇടയ്ക്ക് ഇങ്ങനെ സൗഹൃദ സംഭാഷണങ്ങളിൽ പണ്ട് ധാരാളം ചെയ്തിരുന്നു, മിമിക്രി മാതിരിയുള്ള പലരെയും അനുകരിച്ച് ചെയ്യൽ. എന്തായാലും വളരെ കഥകളിയുടെ ഒരു കാലഘട്ടം നമുക്ക് മുമ്പിൽ വരച്ച് കാണിച്ചു തന്നു എന്നുള്ളത് തന്നെയാണ് പ്രത്യേകമായിട്ട് തോന്നിയിരുന്നത്. പല കലാകാരന്മാരെ പലരെയും ഇവിടെ പലരും കണ്ടിട്ടുണ്ട്, ആസ്വദിച്ചിട്ടുണ്ട്, പിറകെ നടന്നിട്ടുണ്ട്. ഈ കഥകളി സംഗീതത്തിൽ പ്രഗത്ഭരായിട്ടുള്ള പലരുടെയും അതിനെയൊക്കെ കുറിച്ചിട്ട് ഒരു കാലഘട്ടം വെച്ചിട്ട് തന്നെ നമ്മുടെ മുമ്പിൽ വളരെ വ്യക്തമായിട്ട് വരച്ച് കാണിച്ചു തന്നു എന്നുള്ളത് തന്നെയാണ് ഈ ഒരു പ്രഭാഷണത്തിൻ്റെ ഒരു കാതലായിട്ട് എനിക്ക് തോന്നിയത്. എന്തായാലും നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തി നമ്മളോട് ഇത്രയധികം അറിവുകൾ പങ്കിടാൻ മനസ്സ് കാണിച്ച ശ്രീ കലാധരേട്ടനോട് വേദികളുടെ പേരിലും എല്ലാവരുടെ പേരിലും ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു.